ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2023-24 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. LTC എക്സാമിനൊക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാം. കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ എക്സാമുകളിലും ചോദിക്കാൻ പോകുന്നത് 2023-ലെയും അതുപോലെ 24-ലെയും മെയിനായിട്ട് പ്രധാനമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക കേട്ടോ. കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസ് ആണ്, മിസ്സാക്കരുത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഓക്കെ, അപ്പൊ ഞാൻ കണക്ഷനും കൂടി പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. ധനം ഉപയോഗിച്ചിട്ടാണ് അരിയൊക്കെ വാങ്ങാൻ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ധനവും അരിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ധനകാര്യ കമ്മീഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ഓക്കെ, 16, 6 അരി ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാലോ. ആ രീതിയിലൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. രണ്ടാമത്തത് ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമാണ്. നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് അല്ലെ, അതുകൊണ്ടാണ് അത് ഭരണഘടനാ സ്ഥാപനമാണ് കേട്ടോ. ഓക്കെ, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം എന്ന് പറയുന്നത് മുംബൈയിലാണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് അതിന്റെ പേര് കേട്ടോ. മുംബൈയിലാണ്. അപ്പോൾ നമ്മൾ കടൽപ്പാലം എന്നൊക്കെ പറയുമ്പോൾ പാലം നമ്മുടെ മുന്നിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ അങ്ങനെയല്ലേ നോക്കുക. നമ്മൾ നോക്കുന്ന സമയത്ത് പാലം നമ്മുടെ മുന്നിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം. മുന്നിൽ മുംബൈ ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എന്താണ്? രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഡിജിറ്റൽ റൂപ്പി അല്ലെങ്കിൽ ഇ റൂപ്പിയാണ്. ഡിജിറ്റൽ റൂപ്പി അല്ലെങ്കിൽ ഇ റൂപ്പി. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെയാണ്. അപ്പൊ ഇന്ത്യ ഇ ആയിട്ട് എടുക്കാം. അതുപോലെ രൂപ അറിയാലോ, രൂപയാണ് നമ്മളത് കറൻസി. അപ്പൊ രൂപയായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ഈ രൂപ കിട്ടും. ഈ രൂപ അല്ലെങ്കിൽ ഡിജിറ്റൽ റൂപ്പി. ഓക്കെ, പ്രശസ്ത കർണാടക സംഗീതജ്ഞനാണ് OS ത്യാഗരാജൻ. അദ്ദേഹത്തിന്റെ വിയോഗമാണ്. അന്തരിച്ച വ്യക്തിയാണ്, അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ത്യാഗരാജൻ കർണാടക സംഗീതജ്ഞനാണെന്ന് ഓർത്ത് വെക്കുക. ഈ ത്യാഗം കൊണ്ടായിരിക്കും നമ്മൾ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടായിരിക്കും നമ്മളൊരു കാറൊക്കെ വാങ്ങുക, അതിനൊക്കെ പാട്ടൊക്കെ വെച്ചിട്ട് പോവുക. നമുക്കൊന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കർണാടക സംഗീതജ്ഞനാണ് ത്യാഗരാജൻ എന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ്, 2023 ഏറ്റവും ഗോളുകൾ നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. 2023 ഏറ്റവും ഗോളുകൾ നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പോയിന്റാ പറഞ്ഞത്? ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷനാണ്. 16ാമത് ധനകാര്യം, ധനം കൊണ്ടാണ് അരിയൊക്കെ വാങ്ങുക എന്നൊക്കെ പറഞ്ഞു അല്ലെ. അരി 6, 16. ഓക്കെ, നെക്സ്റ്റ്, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം മുംബൈയിലാണ്. പാലൊക്കെ നമ്മൾ മുമ്പിലാണ് ആലോചിക്കുക. ഏറ്റവും നീളം കൂടിയ പാലാണ് പറയുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഡിജിറ്റൽ റൂപ്പിയാണ് ഇ റൂപ്പി. പ്രശസ്ത കർണാടക സംഗീതജ്ഞനാണ് OS ത്യാഗരാജൻ. ത്യാഗം, കാരൊക്കെ വാങ്ങുന്നത് ഭയങ്കര ത്യാഗമാണെന്നൊക്കെ പറഞ്ഞു. 2023 ഏറ്റവും ഗോളുകൾ നേടിയത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ഓക്കെ, നെക്സ്റ്റ്, അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ ഏത് ജീവിവർഗത്തിൽ ഉൾപ്പെടുന്നതാണ്? ചിത്രശലഭം. അപ്പൊ മേഘമല വെള്ളിവരയനാണ്. അപ്പൊ വെള്ളി വരയൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിട്ടുള്ളത് ചിത്രശലഭമാണെന്ന് ആലോചിക്കുക. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? പശ്ചിമഘട്ടം. അതും ഇമ്പോർട്ടന്റ് ആണ്, പശ്ചിമഘട്ടം. അപ്പൊ ഇതിന്റെ മറ്റൊരു പേരാണ് മേഘമല ക്ലൗഡ് ഫോറസ്റ്റ് സിൽവർ ലൈൻ. ശാസ്ത്രീയ നാമം കേട്ടോ, മേഘമല വെള്ളിവരയൻ. അപ്പൊ അത് കൃത്യമായിട്ട് ഓർമ്മിക്കുക. മേഘമല വെള്ളിവരയനാണ് ചിത്രശലഭം. നെക്സ്റ്റ്, IBM നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്. നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആണ് ഇംഗ്ലീഷ്. അതാണ് AI നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ IBM നിർമ്മിത ബുദ്ധി രാജ്യത്തെ ഹബ്ബ് ആരംഭിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ IBM നിർമ്മിത ബുദ്ധി രാജ്യത്തെ ഹബ്ബ് ആരംഭിക്കുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. നെക്സ്റ്റ്, IAS പദവി ലഭിക്കുന്ന ആദ്യ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥയാണ് പ്രിയ രവിചന്ദ്രൻ. തമിഴ്നാട് സ്വദേശിയാണ് പ്രിയ രവിചന്ദ്രൻ. IAS പദവി ലഭിക്കുന്ന ആദ്യ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥ. അപ്പൊ അഗ്നിയൊക്കെ പ്രിയ ആണെന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ മാന്നാർ മട്ടായി എന്ന് പറഞ്ഞ സിനിമയില്ലേ, അപ്പൊ അതിൽ വാണി വിശ്വനാഥ് പറയുന്നില്ലേ, അഗ്നിയിൽ ലയിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയുന്നില്ലേ. ആ ഒരു രീതിയിൽ അഗ്നിയാണ് പ്രിയം എന്നുള്ള രീതിയിലൊന്ന് ആലോചിക്കുക. അപ്പൊ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥ പ്രിയ രവിചന്ദ്രനാണ്. തമിഴ്നാട് സ്വദേശി, തമിഴ്നാട്ടിലാണ്. നെക്സ്റ്റ്, ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ തെർമൽ പ്രൊപ്പലേറ്റർ റോക്കറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിന് സഹകരിക്കുന്നത് ആരാണ്? ബാർക്കാണ്. ബാർക്ക്. ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ തെർമൽ പ്രൊപ്പലേറ്റർ റോക്കറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിന് സഹകരിക്കുന്നത് ബാർക്ക്. ബാർക്കിന്റെ ഫുൾ ഫോം ഓർത്ത് വയ്ക്കുക.
ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരിയാണ് കൊട്ടാരക്കര ഭദ്ര. അത് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. കൊട്ടാരക്കര ഭദ്രയാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ കൊട്ടാരത്തിലൊക്കെയാണ് കഥകളി ഒക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ പഴയ കൊട്ടാരത്തിനൊക്കെ ഒരുപാട് കഥകൾ ഉണ്ടാവുന്നൊക്കെ നമുക്ക് കേട്ടിട്ടില്ലേ. അപ്പൊ ആ രീതിയിലൊന്നും എടുക്കാം. ഓക്കെ, കഥകളി, കൊട്ടാരക്കര ഭദ്ര. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളിവരയൊക്കെ ആയിട്ടുള്ള ചിത്രശലഭം അല്ലെ. എവിടെയാണ്? പശ്ചിമഘട്ടത്തിലാണ് കണ്ടെത്തിയത്. IBM നിർമ്മിത ബുദ്ധി രാജ്യത്തെ ഹബ്ബ് ആരംഭിക്കുന്നത് കൊച്ചിയിലാണ്. IAS പദവി ലഭിക്കുന്ന ആദ്യ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥ പ്രിയ രവിചന്ദ്രൻ. അഗ്നിക്ക് ഭയങ്കര പ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, പ്രിയമാണ്. നെക്സ്റ്റ്, ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ തെർമൽ പ്രൊപ്പലേറ്റഡ് റോക്കറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിന് സഹകരിക്കുന്നത് ആരാണ്? ബാർക്കാണ്. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ കഥകളി കലാകാരിയാണ് കൊട്ടാരക്കര ഭദ്ര. കൊട്ടാരത്തിന്റെയൊക്കെ കഥ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കൊട്ടാരത്തിലായിരിക്കും കഥകളിയൊക്കെ കളിക്കുക എന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. നെക്സ്റ്റ്, വേൾഡ് പാരാ അത്ലറ്റ്സിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതൾ ദേവിയാണ്. ജമ്മു കാശ്മീരുകാരിയാണ് ശീതൾ ദേവി. അപ്പൊ ആർച്ചറി അവാർഡാണ് പറഞ്ഞത് അല്ലെ, ആർച്ചറി അവാർഡ്. അപ്പൊ ഞാൻ 6 എന്നുള്ള രീതിയിൽ എടുത്തത്. 6 മണിക്കൊക്കെ ഭയങ്കര ശീതമായിരിക്കും, തണുപ്പായിരിക്കും എന്നൊന്ന് ആലോചിക്കുക കേട്ടോ. വേൾഡ് പാരാ അത്ലറ്റ്സിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതൾ ദേവി, ജമ്മു കാശ്മീർ. നെക്സ്റ്റ്, തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്. ഓക്കെ, എന്താണ് പറഞ്ഞത്? തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം കൂടിയിട്ട് ഒരു കുടക്കീഴിലാക്കി ഭയങ്കര സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു കുടക്കീഴിലായിട്ട് ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്, അല്ലെങ്കിൽ കേരള സ്മാർട്ട് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ K-സ്മാർട്ട് പദ്ധതി തുടക്കം കുറിച്ചത് 2024 ജനുവരി 1. അപ്പൊ ഈ K-സ്മാർട്ട് ഒക്കെ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ, ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ ജനങ്ങൾ ഉള്ളത് ജനുവരി ആയിട്ട് എടുക്കാം. 2024 കൂടി ഒന്ന് ആലോചിക്കുക കേട്ടോ. 2024 ഫസ്റ്റ് ഡേറ്റ് ജനുവരി 1. നെക്സ്റ്റ്, ജപ്പാനിൽ ഒരു വിമാന അപകടമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഹനേഡ എയർപോർട്ട്. ഹനേഡ എയർപോർട്ട് എവിടെയാണ്? ജപ്പാനിലാണ്. ഹനേഡ എയർപോർട്ട് ജപ്പാനിലെ ടോക്കിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഹനേഡ എന്ന് പറയുമ്പോൾ ഞാൻ പേടയായിട്ടാണ് കണക്ട് ചെയ്തത്. പേടയൊക്കെ പാനിലാണ് ഉണ്ടാക്കാൻ ആലോചിക്കുക. പാനിൽ ഉണ്ടാക്കിയിട്ട് ജീപ്പിലാണ് കടകളിലേക്കെല്ലാം കൊണ്ടുവരുവാന്നൊന്നും ആലോചിച്ച് കഴിഞ്ഞാൽ ഹനേഡ എയർപോർട്ട് ജപ്പാനിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനങ്ങളിൽ നിന്നും യാത്രക്കാരെ ഒഴിപ്പിക്കാനുള്ള സമയം എന്ന് പറയുന്നത് 90 സെക്കൻഡ് ആണ്. 90 സെക്കൻഡ്. UAE ഇന്ത്യ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഡെസേർട്ട് സൈക്ലോൺ എന്നാണ്. ഡെസേർട്ട് സൈക്ലോൺ. അപ്പോൾ UAE എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരുപാട് മരുഭൂമിയാണല്ലോ. അപ്പൊ ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പൊ ഡെസേർട്ട് ആയിട്ട് കിട്ടും. UAE ഇന്ത്യയുമായിട്ടാണ് സംയുക്ത സൈനിക അഭ്യാസം. ഡെസേർട്ട് സൈക്ലോൺ ആണ്. അത് ഇന്ത്യയിൽ വന്നിട്ടാണ്, അതിന്റെ വേദി ഇന്ത്യയിലായിരുന്നു ഉണ്ടായിരുന്നത് 2024. എവിടെയാണ് ഡെസേർട്ട് ഒക്കെ ഉണ്ടാവുന്നത്? രാജസ്ഥാനിലല്ലേ. അപ്പൊ രാജസ്ഥാനുമായിട്ട് കണക്ട് ചെയ്യുക. രാജസ്ഥാൻ, UAE ഇന്ത്യ സംയുക്ത സൈനിക അഭ്യാസം ഡെസേർട്ട് സൈക്ലോൺ 2024 വേദി രാജസ്ഥാൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏകദേശം 2023-24 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എല്ലാ വേദികളെയും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. എല്ലാ വേദികളും കോഡുകൾ വെച്ചിട്ടാണ് പറയുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. ഓക്കെ, അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? വേൾഡ് പാരാ അത്ലറ്റ്സിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് 6 മണിക്കൊക്കെ ഭയങ്കര ശീതാണ് അല്ലെ, ശീതൾ ദേവി. തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കാൻ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് K-സ്മാർട്ട്, അല്ലെങ്കിൽ കേരള സ്മാർട്ട്. 2024 ആദ്യത്തെ ദിവസം അല്ലെ, ജനുവരി 1. ഇനി ഹനേഡ എയർപോർട്ട് എവിടെയാണ്? ഹനേഡ, പേട. ഓക്കെ, പേരിലാണ് ഉണ്ടാക്കുക, ജീപ്പിലാണ് കൊണ്ടുവരിക എന്നൊക്കെ ആലോചിക്കുക. ജപ്പാൻ. അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനങ്ങളിൽ നിന്നും യാത്രക്കാരെ ഒഴിപ്പിക്കാനുള്ള സമയം 90 സെക്കൻഡ് ആണ്. UAE ഇന്ത്യ സംയുക്ത സൈനിക അഭ്യാസം ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് അറിയപ്പെടുന്നത്. എവിടെയാണ് നടന്നത്? രാജസ്ഥാനിലാണ് നടന്നതെന്ന് കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ബ്രിക്സ് കൂട്ടായ്മയിൽ 5 രാജ്യങ്ങൾ കൂടെ അംഗമായി. അപ്പോൾ നമ്മുടെ ബ്രിക്സ് എന്ന് പറയുന്നത് 2006 രൂപീകരിച്ചത്. അപ്പൊ രൂപീകരിക്കുന്ന സമയത്ത് 4 അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രിക്ക് എന്നായിരുന്നു പേര്. അതായത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് ബ്രസീലും ചൈനയും റഷ്യയും ഇന്ത്യയും മാത്രമാണ് 2006 ഉണ്ടായത്, രൂപീകരിക്കുന്ന സമയത്ത്. അപ്പൊ ഈ സമയത്ത് ബ്രിക്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം
2010 ആവുന്ന സമയത്ത് നമ്മൾ ദക്ഷിണാഫ്രിക്ക കൂടി, സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക കൂടി അതിന് ഏഡ്. അങ്ങനെയാണ് ബ്രിക് എന്നുള്ളത് മാറിയിട്ട് 2010 ബ്രിക്സ് എന്ന പേര് വന്നത്. ഇപ്പൊ 2024 എന്തായി, ഒരു 5 രാജ്യങ്ങളും കൂടി ആദ്യം കൂടിയിട്ട് ഇപ്പൊ 10 രാജ്യങ്ങളാണ് ബ്രിക്സിൽ ടോട്ടൽ ആയിട്ടുള്ളത്. ഓക്കെ, അതാണ് ഈ ഒരു ഭാഗം പറയുന്നത്. എന്താണ്, ബ്രിക്സ് കൂട്ടായ്മയിൽ 5 രാജ്യങ്ങൾ കൂടെ. ബ്രിക്സ് കൂട്ടായ്മയിലെ പുതിയ അംഗങ്ങളാണ് ഇറാൻ, സൗദി അറേബ്യ, UAE, എത്യോപ്യ, ഈജിപ്ത്. അപ്പൊ ഇത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. 2024 ഫ്രഷ് കറണ്ട് അഫയേഴ്സ് ആണ്, അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ബ്രിക്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇറാൻ, സൗദി അറേബ്യ, ഇറാൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE, എത്യോപ്യ, ഈജിപ്ത്. ഓക്കെ, കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇറാൻ, സൗദി അറേബ്യ, UAE, എത്യോപ്യ, ഈജിപ്ത്. ഓക്കെ, അപ്പൊ ടോട്ടൽ 10 അംഗങ്ങളായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, 2023 ബ്രിക്സ് ഉച്ചകോടി വേദി. അപ്പൊ വേദികളൊക്കെ നമ്മൾ വേറെ സെക്ഷൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കാണാം കേട്ടോ. പോയിട്ട് കൂടുതൽ വെച്ചിട്ടുള്ള ക്ലാസ് ആണ്, കാണാൻ പഠിക്കട്ടോ. 2023 ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണ്? ജോഹന്നാസ്ബർഗ്. നേരത്തെ അർജന്റീന ബ്രിക്സ് കൂട്ടായ്മയിൽ ഭാഗമാകാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് തീരുമാനം പിൻവലിച്ചു. ഓക്കെ, അപ്പൊ നമുക്കത് ഇമ്പോർട്ടന്റ് ഇല്ല. ബ്രിക്സ് രൂപീകരിച്ചത് 2006 ഓക്കെ, ആ സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 2010 ദക്ഷിണാഫ്രിക്ക കൂടി വന്നിട്ടാണ് പിന്നെ ബ്രിക്സ് എന്നായത്. ഇപ്പൊ ആരും കൂടി വന്നു? ബാക്കിയുള്ള 5 പേരും കൂടി വന്നു. ആരൊക്കെയാണ്? ഇറാൻ, സൗദി അറേബ്യ, UAE, എത്യോപ്യ, ഈജിപ്ത്. 5 പേരും പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് എക്സ്പോസാറ്റ് വിക്ഷേപണം വിജയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. എക്സ്പോസാറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 2024 അതിന്റെ ആദ്യ ദൗത്യം. ഓക്കെ, അതിന്റെ ദൗത്യം ഉള്ളത് 2024 ജനുവരി 1 ഫസ്റ്റ്. ഓക്കെ, എക്സ്പോസാറ്റ് കൂടാതെ വിസാറ്റ്, വിമൻസാറ്റ് എന്നാണ് ഫുൾ ഫോം. വിമൻസാറ്റ് അടക്കം 10 ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചിട്ടുണ്ട്. PSLV ആണ്. PSLVയുടെ 60ാമത്തെ ദൗത്യമാണ്. വിക്ഷേപണ വാഹനം എന്താണ്? PSLV-C-58. ഇവിടെ ഒരു കൺഫ്യൂഷൻ ആവേണ്ട ഭാഗമുണ്ട്. എന്താണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്? വാഹനം 58 ആണ് അല്ലെ, PSLV-C-58 ആണ്. എന്നാൽ അതിന്റെ എത്രാമത്തെ ദൗത്യം എന്ന് ചോദിച്ചാല് 60ാമത്തെ ദൗത്യമാണ്. PSLVയുടെ 60ാമത്തെ ദൗത്യമാണ് വാഹനം PSLV-C-58. മാറിപ്പോരുത്. വാഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൽ കയറി 8ന്റെ പണി കിട്ടുന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അങ്ങനെ 58 കണക്ട് ചെയ്യാൻ പറ്റും. ദൗത്യം എന്ന് ചോദിച്ചാൽ 60 ആണ് കേട്ടോ. നെക്സ്റ്റ് വിക്ഷേപണം എവിടുന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ടയാണ്, ആന്ധ്രാപ്രദേശ്. വിക്ഷേപിച്ചത് 2024 ജനുവരി 1 ജനുവരിയുടെ ഫസ്റ്റ് ദിവസം 1. ലക്ഷ്യങ്ങൾ എന്താണ്? എക്സ്പോസാറ്റ് ആണ് അല്ലെ. എക്സ്പോസാറ്റ്, എക്സ്റേ തരംഗങ്ങളെ ബഹിരാകാശത്ത് നിന്ന് നിരീക്ഷിക്കുക. അതുവഴി തമോഗർത്തങ്ങളുടെ ന്യൂട്രോൺ താരകങ്ങളുടെയും പഠന വിധേയമാക്കുക. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ എയിം. എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, എക്സ്പോസാറ്റ്. അപ്പൊ എക്സ്റേ തരംഗങ്ങൾ. ഓക്കെ, എക്സ്റേ തരംഗങ്ങളെ ബഹിരാകാശത്ത് നിന്ന് നിരീക്ഷിക്കുകയും അതുവഴി തമോഗർത്തങ്ങളെ ന്യൂട്രോൺ താരകങ്ങളുടെയും പഠന വിധേയമാക്കുക. ഈ എക്സ്പോസാറ്റ് വിക്ഷേപിച്ചതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്നുകിൽ എക്സ്പോസാറ്റ് അല്ലെങ്കിൽ വിസാറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ L1 ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഈ 3 ഭാഗങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഈ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടത് അതുപോലെ ISROവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റൊരു സെക്ഷനിൽ എടുക്കുന്നതായിരിക്കും പൂർണ്ണമായിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതൊന്ന് വായിച്ചു പോവാട്ടോ. തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാൻ അമേരിക്കയ്ക്ക് ശേഷം ഒരു പ്രത്യേകം ഉപഗ്രഹം അയച്ചത് ആരാണ്? ഇന്ത്യയാണ്. അപ്പൊ ഫസ്റ്റ് അയച്ചത് നമ്മുടെ അമേരിക്കയാണ്, രണ്ടാമതാണ് നമ്മുടെ ഇന്ത്യ അയച്ചത് കേട്ടോ. എന്താണ്? തമോഗർത്തങ്ങളുടെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാൻ അമേരിക്കയ്ക്ക് ശേഷം ഒരു പ്രത്യേക ഉപഗ്രഹം അയക്കുന്ന ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഫസ്റ്റ് അമേരിക്ക, രണ്ടാമത്തത് ഇന്ത്യ. ഓക്കെ, ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് GSAT-20. ഇമ്പോർട്ടന്റ് ആണ് GSAT-20. ഓക്കെ, അപ്പൊ ഈ GSAT-20 എന്താണ് പറയുന്നത്? വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്നതാണ് GSAT-20 അല്ലെങ്കിൽ GSAT-N2 എന്നൊക്കെ പറയാറുണ്ട്. GSAT-N2. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപം ഉണ്ടായത്. GSAT-20യുടെ എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത്? ആശയവിനിമയമാണ്. ഇതൊരു ആശയവിനിമയ ഉപഗ്രഹമാണ്. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് GSAT-20യുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആശയവിനിമയമാണ്. നമ്മൾ
ഈ സാറ്റുകളെയൊക്കെ കളിക്കുന്ന സമയത്ത് 2020 സിനിമയെ കുറിച്ചിട്ട് ആശയവിനിമയം നടത്തുന്ന ആലോചിക്കുക. സാറ്റുകളെയൊക്കെ ചെയ്യുന്ന സമയത്ത് കളിക്കുന്ന സമയത്ത് 2020 സിനിമയില്ലേ നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടിയിൽ അവതരിപ്പിച്ച, അപ്പൊ ആ സിനിമയെ കുറിച്ച് ആശയവിനിമയം നടത്തുന്ന ആലോചിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കിട്ടും. നെക്സ്റ്റ്, ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ വക്താവാണ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ വക്താവാണ്. ഓക്കെ, വിദേശകാര്യ മന്ത്രിയല്ല, വിദേശകാര്യ വക്താവാണ് കേട്ടോ. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം ആൻസർ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, വിദേശകാര്യ വക്താവാണ്, വിദേശകാര്യ വക്താവാണ്. അപ്പൊ വിദേശത്തൊക്കെ പോകുന്നത് രൺവീർ സിംഗ് ആണ്, ജയിക്കാനാണ് പോകുന്നത്, നോക്കൊന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ രൺധീർ ജയ്സ്വാൾ. ഓക്കെ, നെക്സ്റ്റ്, വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതായിരിക്കും സൈബർ ക്രൈം. നമ്മൾ ഒരുപാട് ന്യൂസിലൊക്കെ കാണുന്നതാണ്. ഇപ്പം സൈബർ ക്രൈം ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നില്ലേ, സൈബർ തട്ടിപ്പൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പോൾ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഓൺലൈനായിട്ട് എന്തെങ്കിലും തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 1930 എന്ന നമ്പറിലേക്കാണ് ആദ്യമായിട്ട് വിളിച്ചു പറയേണ്ടത്. അപ്പൊ ഇത് മാത്രമല്ല, ഒരുപാട് നമ്പർ ഇങ്ങനെ പഠിക്കാനുണ്ട്. പിന്നെ എന്താ പറയുക, വുമൺസിൻ്റെത്, അതുപോലെ റെയിൽവേ നമ്പർ, അങ്ങനെ ഒരുപാട് നമ്പർ പഠിക്കാനുണ്ട്. അതിന്റെ മൊത്തം ഏകദേശം 20ഓളം നമ്പർ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. അതിന്റെ ഒരു ക്ലാസ് ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പം ഇത് ആലോചിക്കുക. 1930 വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ എന്താണ്? 1930 ആണ്. അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് എപ്പോഴാണ്? ഡിസംബർ 2023 അല്ലെ, എന്നാൽ 2023 ഡിസംബർ 30. അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തത്. അപ്പം അമൃത് എന്ന് പറയുമ്പോൾ നമ്മൾ അമൃത് ജനുവരി മുതൽ ഫുൾ ഡിസംബർ വരെ കഴിക്കുന്ന ആലോചിക്കുക. അപ്പൊ ഡിസംബർ വരെ നിലയിൽ ഡിസംബർ എടുക്കുക. പിന്നെ അമൃത് എന്ന് പറഞ്ഞ 3 അക്ഷരല്ലേ, ആ അമൃത്, ആ 3 അക്ഷരമായിട്ട് 30 2023 3 കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡേറ്റ് മറക്കാതിരിക്കും. ഓക്കെ, അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഡിസംബർ 30 2023. സ്ഥലമാണ്, റൂട്ടാണ് പറയുന്നത് ആനന്ദ് വിഹാർ ദർബംഗ് റൂട്ട് ആൻഡ് ബാംഗ്ലൂരു മാൾഗ റൂട്ടിലൂടെയാണ് ആദ്യഘട്ട സർവീസുകൾ. അപ്പൊ ആ ഡേറ്റ് ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. 130 കിലോമീറ്റർ വേഗത്തിൽ പുഷ്പൂൾ സാങ്കേതിക വിദ്യ. ഓക്കെ, അപ്പം ഈ അമൃത ഭാരത് എക്സ്പ്രസ് ആണ് പറയുന്നത്. അപ്പൊ അമൃത ഭാരത് എക്സ്പ്രസിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ് പുഷ്പൂൾ സാങ്കേതിക വിദ്യ. കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ അമൃതമൊക്കെ തരുന്ന സമയത്ത് അതിൽ പൂവൊക്കെ ഉണ്ടാവൂലേ, പൂവ്, പുഷ്പം, അങ്ങനെ ഒന്ന് ആലോചിക്കുക. പുഷ്പൂൾ സാങ്കേതിക വിദ്യ, അമൃത ഭാരത് എക്സ്പ്രസ്. നെക്സ്റ്റ്, അമൃത ഭാരത് എക്സ്പ്രസ് മുൻപ് അറിയപ്പെട്ടിരുന്നത് വന്ദേ സാധാരൺ എന്നാണ്. വന്ദേ സാധാരൺ അതെങ്ങനെ ആലോചിക്കാം? അമൃതൊക്കെ കഴിക്കുന്നത് സാധാരണ ആൾക്കാരാണെന്നൊന്ന് ആലോചിച്ചാൽ മതി. സാധാരണയാണ് ഇതൊക്കെ കഴിക്കുന്നതെന്ന് ആലോചിക്കുക. അങ്ങനെയാകുമ്പോൾ വന്ദേ സാധാരൺ ആയിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. നിർമ്മാണം ചെയ്തത് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി. അപ്പൊ എന്താണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്? അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടിയാണ് പറഞ്ഞത്. അമൃതം അല്ലെ, ഡിസംബർ വരെ കഴിക്കും. 3 അമൃത് 3/30 2023. പിന്നെ പുഷ്പൂൾ സാങ്കേതിക വിദ്യ പറഞ്ഞ നമ്മളെ പുഷ്പമൊക്കെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നൊക്കെ പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? വന്ദേ സാധാരണ, അമൃതൊക്കെ കഴിക്കുന്നത് സാധാരണ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പോയിന്റ് കൂടെ വായിക്കാം. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ. ഇങ്ങനെ ചോദിക്കുക കേട്ടോ. സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ എത്രന്നൊക്കെയാണ് ചോദിക്കുക. അങ്ങനെ കണ്ടിട്ടുള്ളത്, ഇതുവരെ ചോദിച്ചിട്ടുള്ളത് 1930. നെക്സ്റ്റ്, നമ്മൾ എക്സ്പോസ് ആയിട്ട് പറഞ്ഞല്ലേ 2024 ഫസ്റ്റ് വിട്ടതാണ് അല്ലെ. എന്താണ് 2024 ജനുവരി 1 ആക്കിയതാണ് എന്താണ് എക്സ്പോസ് ആയിട്ട്. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു വിസാറ്റും കൂടെ ഒരു 10 ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനാണ് വിസാറ്റിന്റെ ഫുൾ ഫോം വിമൺ സാറ്റ്, വിമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ്. നമ്മുടെ തിരുവനന്തപുരത്തെ പൂജപ്പുര LPM വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് നോക്കാം. പോരാതെ വിമൺസും. ഓക്കെ, അപ്പൊ വിമൺ സാറ്റ് എന്ന് പറയുന്നത് വിമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് ആണ്. PSLV ആണ്. വാഹനം എന്താണ്? സെയിം എക്സ്പോസാറ്റിന്റെ സെയിം വാഹനമാണ് PSLV C58. ഓക്കെ, വിക്ഷേപണം 2024 ജനുവരി 1. അൾട്രാവയലറ്റ് വികിരണ തോത് കേരള കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന സ്വാധീനം പഠിക്കാനാണ് ലക്ഷ്യം.
അൾട്രാവയലറ്റ് വികിരണം തോത് കേരള കാലാവസ്ഥയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം പഠിക്കുകയാണ് ലക്ഷ്യം. വികസിപ്പിച്ചതാരാണ്? തിരുവനന്തപുരത്തെ പൂജപ്പുര LBM വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളാണ്. പൂർണ്ണമായും ആദ്യ വനിതാ നിർമ്മിത ഉപഗ്രഹമാണ്. പൂർണ്ണമായും വിദ്യാർത്ഥികൾ ചേർന്ന് നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഉപഗ്രഹമാണ്. ISRO ചെയർമാൻ ആരാണ്? S സോമനാഥനാണ്. VSSC ആണ്. VSSC ഡയറക്ടർ ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായർ. അപ്പോ സോമനാഥൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലെ? ISRO ചെയർമാൻ S സോമനാഥനാണ്. അപ്പൊ VSSC ഡയറക്ടർ ഒന്ന് ഓർത്ത് വയ്ക്കുക, S ഉണ്ണികൃഷ്ണനാണ് അല്ലെ. കണക്ഷൻ പറയാം. VSSC ആണല്ലോ, V അല്ലേ സ്റ്റാർട്ടിങ്. അപ്പൊ ഇവിടെ ഉണ്ണികൃഷ്ണന്റെ U ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഈ Vയും Uവും ഏകദേശം ഒരുപോലെയാണല്ലോ, Vയും Uവും. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് U വെച്ചിട്ടുള്ള ഒരു പേരാണ് കിട്ടും, ഉണ്ണികൃഷ്ണൻ നായർ. ഓക്കെ, അപ്പൊ VSAT ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വിമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് ആണ്. 2024 ജനുവരി 1 എക്സ്പോസാറ്റിന്റെ കൂടെയാണ് വിക്ഷേപിച്ചത്. PSLV വാഹനം എന്താണ്? PSLV-C 58 ആണ്. ലക്ഷ്യം കേരള കാലാവസ്ഥ. അൾട്രാവയലറ്റ് കിരണങ്ങൾ എങ്ങനെയാണ് കേരള കാലാവസ്ഥയെ ബാധിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്യം. പൂജപ്പുര LBM വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളാണ് ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും വനിതകളാണ്, വിദ്യാർത്ഥികളാണ് ചെയ്തിട്ടുള്ളത്. സോമനാഥാണ് ISROയുടെ ചെയർമാൻ. ഉണ്ണികൃഷ്ണൻ VSSC ഡയറക്ടറാണ്. നെക്സ്റ്റ്, വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ, അതായത് സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങിയത് എറണാകുളത്താണ്. അപ്പൊ എന്താണ് ചോദ്യം? വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയത് എറണാകുളത്താണ്. അപ്പം ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സംരംഭങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഏണിയൊക്കെ വേണമെന്ന് ആലോചിക്കുക. ഏണിയില്ലേ നമ്മൾ കയറുന്ന ഏണി, അപ്പൊ എറണാകുളമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, ഇതിൽ തന്നെ ഉള്ളതാണ്. തിരഞ്ഞെടുത്ത 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 1 ലക്ഷം കോടി വിറ്റുവരവിലേക്ക് ഉയർത്താനുള്ള പദ്ധതിയാണ് മിഷൻ 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ 1000 തന്നെ ഇവിടെ എടുക്കാം, മിഷൻ 1000. നെക്സ്റ്റ്, ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം കിട്ടിയത് കാന്തല്ലൂരിനാണ്. ഈ കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി ആണ്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് അല്ലെ. അപ്പൊ ടൂറിനൊക്കെ പോകുന്ന സമയത്ത് ഗോൾഡൊക്കെ ഇട്ടിട്ടാണ് പോകുന്നതെന്ന് ആലോചിക്കുക. അപ്പൊ ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരമാണെന്ന് മനസ്സിലാവും. അപ്പൊ ഈ ഗോൾഡൊക്കെ കണ്ടു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് നമ്മൾ കാന്തം പോലെ ഒട്ടുന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. ഗോൾഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഇഷ്ടമല്ല. അപ്പൊ കാന്തം പോലെ ഒട്ടുന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പൊ കാന്തല്ലൂരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ജിതേഷ് ജി. അതൊന്ന് ഓർത്ത് വയ്ക്കുക നിങ്ങൾ. കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ജിതേഷ് ജി. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? എറണാകുളം പറഞ്ഞു. എന്താണ്? ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയത് എറണാകുളത്താണ്. ഏണിയൊക്കെ എടുത്തിട്ടാണ് സംരംഭത്തിന് പോവുക എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. പിന്നെ എന്താണ്? കാന്തല്ലൂരിന്റെ ബ്രാൻഡ് അംബാസിഡർ ജിതേഷ് ജി ആണ്. നെക്സ്റ്റ്, 108ാമത് സയൻസ് കോൺഗ്രസ് വേദി നാഗ്പൂരാണ്. 108ാമത് സയൻസ് കോൺഗ്രസ് വേദി അല്ലെ. നാഗം നിലത്ത് നമുക്ക് പാമ്പ് എന്നൊക്കെ ആയിട്ട് എടുത്തുള്ളൂ. ഈ നാഗത്തിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 8ന്റെ പണി കിട്ടും എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്, ശ്രദ്ധിച്ച് കേൾക്കണം. LDC കഴിഞ്ഞ പ്രാവശ്യത്തെ LDCക്കൊക്കെ ചോദിച്ചതാണ്. അപ്പോ ശ്രദ്ധിച്ച് കേൾക്കുക. 108ാമത് സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? നാഗപ്പൂരാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് വേദികളുടെ ക്ലാസ് ഒക്കെ. അത് 2, 107, 108, 109 ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കോഡുകൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം കേട്ടോ, മിസ്സാക്കരുത്. കാണാം, എന്തായാലും ചോദിക്കുന്നത് കാണാം. നെക്സ്റ്റ്, 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് UK-യിലാണ്. ഹെങ്ക് കൊടുങ്കാറ്റ് എവിടെയാണ്? UK എന്ന് പറയുമ്പോൾ എങ്ങനെ ഓർക്കാം? ഈ നമ്മുടെ ഹെങ്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഹുങ്കാണ്. നമ്മൾ പറയില്ലേ ആ പെണ്ണിന് ഭയങ്കര ഹുങ്കാണ് എന്നൊക്കെ പറയാറുണ്ട്, അവർ അഹങ്കാരമാണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പൊ ഹുങ്ക് ആർക്കാണ്? നിനക്കാണ് എന്നുള്ള രീതിയിൽ UK-യുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഹെങ്ക് കൊടുങ്കാറ്റ് എവിടെയാണ് വീശിയത്? UK.
റാൻ ഫെസ്റ്റിവൽ ഗുജറാത്തിലാണ്. റാൻ ഓഫ് കച്ച് ഒക്കെ കേട്ടിട്ടില്ലേ, അത് ഗുജറാത്തിലാണല്ലോ. അപ്പൊ ആ രീതിയിലൊന്ന് ആലോചിക്കുക, റാൻ ഫെസ്റ്റിവൽ. അല്ലാത്തവരാണെങ്കിൽ റാൻ ഓടുക അല്ലെ, റണ്ണ് ഓടുക, ഓടുന്നത് രാത്രിക്കാണെന്ന് വിചാരിച്ചാൽ മതി, രാത്രിക്കാണോ എന്നൊക്കെ ഒന്ന് വിചാരിക്കുക കേട്ടോ. റാൻ ഓഫ് കച്ച് എവിടെയാണ്? റാൻ ഓഫ് കച്ച് അല്ല, റാൻ ഓഫ് ഫെസ്റ്റിവൽ. റാൻ ഫെസ്റ്റിവൽ ഗുജറാത്തിലാണ്. നെക്സ്റ്റ്, ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ചത് എം ജയചന്ദ്രനാണ്. എം ജയചന്ദ്രൻ. ഇത് ഞാനിപ്പോ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ സ്വാമിമാരൊക്കെ, ഈ ചന്ദ്രൻ ഉറങ്ങാത്ത സ്വാമിമാരൊക്കെ ഉണ്ടാവില്ല, അപ്പൊ ഈ ചന്ദ്രനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉറങ്ങൂല എന്നുള്ള രീതിയിൽ ചുമ്മാ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ സ്വാമിമാരൊക്കെ സംഗീതമൊക്കെ പാടിക്കഴിഞ്ഞാൽ ജയിക്കും, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കുക. സ്വാമിമാര് സംഗീതമൊക്കെ പാടിക്കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ള രീതിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ആലപ്പി രംഗനാഥ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ചത് എം ജയചന്ദ്രനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ്, 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദ്യമാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി. ഈ വേദികളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് കൂടെ എടുത്ത് പറയുന്നത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? കൊല്ലമാണ്. 62 അല്ലെ, രണ്ടക്ഷരമുള്ളത്, അപ്പൊ കൊല്ലത്തിന് 2 അക്ഷരം ഉള്ളത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. 61ാമത് കലോത്സവ വേദി കോഴിക്കോടാണ്. 61, ഒരു കോഴി എന്നുള്ള രീതിയിൽ ആലോചിക്കുക, ഒരു കോഴി. 61ാമത് കലോത്സവ വേദി എവിടെയാണ്? കോഴിക്കോടാണ്. നെക്സ്റ്റ്, വൈദ്യുത വ്യാപാര ദീർഘകരാറിൽ ഒപ്പിട്ടവരാണ് ഇന്ത്യയും നേപ്പാളും. അപ്പം നമുക്ക് അതിലെ നേപ്പാളിന്റെ പ്രധാനമന്ത്രി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നേപ്പാളിന്റെ പ്രധാനമന്ത്രി ആരാണ്? പുഷ്പകമൽ ദഹൽ പ്രചണ്ഡ. പുഷ്പകമൽ ദഹൽ പ്രചണ്ഡ. ഇപ്പൊ ഈ പാലൊക്കെ കുടിക്കുന്നവര് ദാഹം ശമിപ്പിക്കാനാണ് നമുക്കൊന്ന് ആലോചിക്കുക കേട്ടോ. പാലൊക്കെ കുടിക്കുന്നത് എപ്പോഴാണ്? ദാഹം വരുമ്പോഴാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക. ദഹൽ പ്രചണ്ഡ. അപ്പൊ എന്തൊക്കെയാണ് ഈ ഭാഗത്ത് പറഞ്ഞത്? 108ാമതിൽ 8ന്റെ പണി കിട്ടും ഭാഗത്തിന് മുമ്പിൽ നിന്നാല്. 108ാമത് സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ്? നാഗ്പൂരാണ്. 2024 ജനുവരി ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത്. ഹുങ്ക് ആയിരിക്കാണ്. യുക്കാണ്, UK. റാൻ ഫെസ്റ്റിവൽ ഗുജറാത്തിലാണ്. രാത്രി. ഓക്കെ. ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ചത് എം ജയചന്ദ്രൻ. സ്വാമിമാരൊക്കെ സംഗീതമൊക്കെ പാടിക്കഴിഞ്ഞാൽ ജയിക്കുന്നുള്ള രീതിയിൽ ആലോചിക്കുക. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വേദി കൊല്ലമാണ്. 62 കൊല്ലം, 2 കൊല്ലം. 61 ഒരു കോടി എന്നുള്ള രീതിയിൽ കോഴിക്കോട്. ഓക്കെ. നേപ്പാൾ പ്രധാനമന്ത്രി ആരായിരുന്നു? പുഷ്പകമൽ ദഹൽ പ്രചണ്ഡ. പുഷ്പകമൽ ദാഹം അല്ലെ, പാല് ദാഹമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, പ്രചണ്ഡ. നെക്സ്റ്റ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN. ഇതാണ് IUCNന്റെ ഫുൾ ഫോം ആണിത്. IUCN വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യമായി ഉൾപ്പെടുത്തിയത് എന്താണ്? ബ്രാഹ്മണകണ്ഠ മത്സ്യം. ബ്രാഹ്മണന്മാരൊക്കെ ഇപ്പൊ കുറവല്ലേ, അതുകൊണ്ട് ബ്രാഹ്മണകണ്ഠ മത്സ്യമാണെന്നൊക്കെ ഒന്ന് ചുമ്മാ വിചാരിക്കുക കേട്ടോ. IUCNന്റെ വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യമായി ഉൾപ്പെടുത്തിയത് ബ്രാഹ്മണകണ്ഠ മത്സ്യമാണ്. അതിന്റെ സയന്റിഫിക് നെയിമാണ് ലൈപ്പിഡോഫൈഗോപ്സിസ് ടൈപ്പസ്. ഓക്കെ, നമുക്ക് ബ്രാഹ്മണകണ്ഠ മത്സ്യം മതിട്ടോ. ഓക്കെ, അപ്പൊ ബ്രാഹ്മണകണ്ഠ മത്സ്യമാണ്. ഇത് എവിടെ മാത്രമാണ് ഉണ്ടാവുക? പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് ഇത് ഉണ്ടാവുന്നത്. ഈ മത്സ്യം അവിടെ മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പെരിയാർ വന്യജീവി സങ്കേതമായിട്ട് പറ്റിയ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിൽ പെരിയാർ വന്യജീവി സങ്കേതം വന്നുകൊണ്ടാണ് പറയുന്നത്. പെരിയാർ എക്സാമിന് പോകുന്ന സമയത്ത് പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട, പെരിയാർ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവാം കേട്ടോ. ബ്രാഹ്മണകണ്ഠ മത്സ്യമാണ് കേട്ടോ, ബ്രാഹ്മണകണ്ഠ മത്സ്യം. നെക്സ്റ്റ്, 2024 ജനുവരി ഏത് നവോത്ഥാന നായകന്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് ആഘോഷിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ജസ്റ്റ് ഒന്ന് കേട്ടു പോവാട്ടോ. നെക്സ്റ്റ്, ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ആശയവിനിമയ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ്റ് കളിക്കുമ്പോൾ 2020 സിനിമ കഥയൊക്കെ പറഞ്ഞ് ആശയവിനിമയം നടത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം GSAT-20 അല്ലെങ്കിൽ GSAT-N2. എന്താണ്? ഫാൽക്കൺ 9 അല്ലെ, ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. നിർമ്മാണം ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് അല്ലെ. ഈ 2020 സിനിമയൊക്കെ ന്യൂ സിനിമയാണോ എന്നൊക്കെ ന്യൂസിലൊക്കെ വന്ന സിനിമയാണോ അല്ലെങ്കിൽ ന്യൂ സിനിമയാണോ എന്നൊക്കെ ഒന്ന് അറിയിക്കുക. അങ്ങനെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായിട്ട് കണക്ട് ചെയ്യുക. ഫാൽക്കൺ 9 എങ്ങനെയാണോ കണക്ട് ചെയ്യുക? ഫാൽക്കൺ 9 ഫാനിന്റെ കീഴിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ സിനിമയൊക്കെ കാണാമെന്ന് ആലോചിക്കുക കേട്ടോ. 2020 സിനിമയൊക്കെ കാണുന്നത് ഫാനിന്റെ കീഴിൽ ഇരുന്നിട്ട് ആണ് കാണുക ഒന്ന് ആലോചിച്ചാൽ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് GSAT-ന്റെ വിക്ഷേപണം. അപ്പൊ എന്തൊക്കെയാണ് ഈ ഭാഗത്ത് പറഞ്ഞത്?
നമ്മളെ മത്സ്യം പറഞ്ഞില്ലേ, ബ്രാഹ്മണഖണ്ഡ മത്സ്യം പറഞ്ഞിട്ടുണ്ട്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ മാത്രം കാണപ്പെടുന്ന, ഇപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന IUCN പറഞ്ഞിട്ടുള്ള മത്സ്യമാണ്. നെക്സ്റ്റ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പിന്നെന്താണ് പറഞ്ഞത്, GSAT-20 അല്ലെ, GSAT-20. നെക്സ്റ്റ് പെൺകുട്ടികൾക്ക് ആയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നത് മഥുരയിലാണ്, മഥുര വൃന്ദാവൻ. എങ്ങനെ പഠിക്കാം, നമ്മുടെ സൈനിക വിദ്യാഭ്യാസമാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കാരണം പെൺകുട്ടികൾക്കുള്ളതാണ് പറയുന്നത്, അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. ആയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂളാണ്. അപ്പൊ സൈനിക സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ സൈനികന്മാരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എങ്കിൽ പോലും ഒരു ദിവസം മധുരൊക്കെ തരും എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. സൈനിക സ്കൂളായതുകൊണ്ട് സ്ട്രിക്റ്റ് ആയ സ്കൂളാണ്, പക്ഷെ എന്നാലും മധുരൊക്കെ തരുന്നില്ല രീതിയിൽ മഥുര വൃന്ദാവൻ ആണ്. എവിടെയാണ് മധുര വൃന്ദാവൻ? ഉത്തർപ്രദേശ്, UP ഉത്തർപ്രദേശ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവസാനിച്ച ടെസ്റ്റ് മത്സരം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ളതാണ്. വേരി കെപ്ഡ് ആണോ എന്ന് കേട്ടു പോകാം കേട്ടോ. നെക്സ്റ്റ് മൗണ്ട് ലെപ്റ്റോബി ലക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, അഗ്നിപർവ്വതത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് PSC. അപ്പൊ മൗണ്ട് ലെവോട്ടോബി ലക്കി ഒരു മാരകമായ പേരാണ്. മൗണ്ട് ലെവോട്ടോബി ലക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ ഇന്ത്യ വലിയ ലക്കൊന്നും ഇല്ലാത്ത ഇന്ത്യയാണെന്ന് വിചാരിക്കുക. കാരണം നമുക്ക് കൂപ്പണൊന്നും അടിക്കാൻ, ലക്കി കൂപ്പണൊന്നും അടിക്കലില്ലല്ലോ. അപ്പം ലക്കൊന്നും ഇല്ലാത്ത ഇന്ത്യയാണ്. എന്നാൽ ഇന്തോനേഷ്യയിൽ പോയാൽ ലക്കി കൂപ്പണൊക്കെ നല്ലോണം അടിക്കുന്നൊക്കെ ആ ഒരു രീതിയിലൊന്നും ഞാൻ ചുമ്മാ ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. ഓക്കെ, ഞാൻ അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ലക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ലക്കൊക്കെ കൂടുതലുള്ള ഇന്തോനേഷ്യയിലാണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമയാണ് ദഭാരി ക്യൂരൂവി. അപ്പൊ ഈ ആദിവാസികൾക്ക് ക്യൂ ആയിട്ട് നിൽക്കുന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ദഭാരി ക്യൂരൂവി. സംവിധാനം പ്രിയാനന്ദൻ. ആദിവാസികളോട് പ്രിയം തോന്നിയ ഒരാളാണ് ഈ സിനിമ പിടിച്ച സംവിധായകൻ. നെക്സ്റ്റ് ഇരുള ഭാഷയിലാണ് ചിത്രീകരണം. ഈ ആദിവാസികളൊക്കെ കാട്ടിലല്ലേ ജീവിക്കുക, അപ്പൊ അവിടെ ഒരു ഭയങ്കര ഇരുണ്ടൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ഇരുണ്ടത്, കാടിരുട്ടുള്ളത്. അപ്പൊ ഇരുള ഭാഷയുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ എന്താണ്, ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമയാണ് ദഭാരി ക്യൂരൂവി. ആദിവാസികൾ ക്യൂ നിൽക്കുന്നൊക്കെ ആലോചിക്കുക. സംവിധാനം പ്രിയം തോന്നിയ പ്രിയാനന്ദൻ. പിന്നെ ഇരുള ഭാഷയിലാണ്, ഇരുട്ടാണ് അവിടെ, ഇരുള ഭാഷയിലാണ് ചിത്രീകരിച്ചത്. ഓൺലൈൻ ഗെയിമുകൾക്ക് ഏർപ്പെടുത്തിയ GST നിരക്ക് 28%. ഏറ്റവും കൂടുതലാണ് ഓൺലൈൻ ഗെയിമുകൾക്ക് ഏർപ്പെടുത്തിയ GST നിരക്ക് എത്രയാണ്? 28%. നെക്സ്റ്റ് നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ അല്ലെ, നീതി ആയോഗിന്റെ അധ്യക്ഷനും ഉപാധ്യക്ഷനൊക്കെ പഠിക്കണം. അധ്യക്ഷൻ അധികം ചോദിക്കാനില്ല, ഉപാധ്യക്ഷനാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. സുമൻ ബെറി. ഓക്കെ, നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. അപ്പോൾ അതിപ്പോ സ്ഥിരമാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും. അത് ആരാണെങ്കിലും ആ സമയത്ത് പ്രധാനമന്ത്രി ആയിരിക്കും. ഓക്കെ, ഉപാധ്യക്ഷനാണ് ചേഞ്ച് ആവുന്നത്. ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സുമൻ ബെറി ആണ്. ഒരു നീതിയൊക്കെ കിട്ടാൻ ഭയങ്കര വെറിയുള്ള മനുഷ്യനാണെന്ന് വിചാരിക്കുക കേട്ടോ. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനാണ് സുമൻ ബെറി. സ്ഥിരം ചോദ്യമാണ്, ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് സംസ്ഥാന ചീഫ് സെക്രട്ടറി വി വേണു. സംസ്ഥാന ചീഫ് സെക്രട്ടറി ആരാണ്? വി വേണു. ചീഫ് സെക്രട്ടറി. നെക്സ്റ്റ് സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനാണ് VK രാമചന്ദ്രൻ. അപ്പോ സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡ് അധ്യക്ഷനാണ്. അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രി ആയിരിക്കും വരുന്നത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി. ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഓക്കെ, അപ്പോൾ അതൊരു സ്ഥിരം പോസ്റ്റാണ്. സ്ഥിരം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും മുഖ്യമന്ത്രി ആയിരിക്കും. ഓക്കെ, ഉപാധ്യക്ഷനാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കേരള ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് VK രാമചന്ദ്രനാണ്. ഓക്കെ, അപ്പൊ നീതി ആയോഗിന്റെയും ആദ്യത്തെ പേര് ആസൂത്രണം പ്ലാനിംഗ് കമ്മീഷൻ എന്നൊക്കെ ആയിരുന്നു. അത് പിന്നീട് 2015 നീതി ആയോഗ് എന്ന പുതിയൊരു പേരിൽ അറിയപ്പെട്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് എക്കണോമിക്സിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? മീരാബായി. 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത് മീരാബായി. അപ്പൊ 525 എന്നൊക്കെ പറയുമ്പോൾ അഞ്ചു അല്ലെ, ഒരു അഞ്ജുവിനെ നമുക്ക് എടുക്കാമല്ലോ. അഞ്ജു ഒരു പെണ്ണിന്റെ പേരല്ലേ, അപ്പൊ അതും ഇതൊരു പെണ്ണിന്റെ പേര് ഇതിന്റെ രീതിയിൽ എടുക്കാം. മീരാബായി. ചുമ്മാ അങ്ങനെയൊന്നും കണക്ട് ചെയ്തതാണ്. നെക്സ്റ്റ് 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്നും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കു കപ്പൽ
ചരക്ക് കപ്പലിന്റെ പേരാണ് MV ലീല നോർഫോക്ക്. ആരുടേതാണ്? ലൈബീരിയൻ. ഈ കടൽ കൊള്ളക്കാരുടെ കീഴിലായിരുന്നു ആരുണ്ടായിരുന്നത്? ലൈബീരിയൻ ചരക്ക് കപ്പൽ അകപ്പെട്ടത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മുടെ INS ചെന്നൈ എന്ന് പറയുന്ന ഇന്ത്യയുടെ നാവികസേനയുടെ കമാൻഡോ വിഭാഗമായ മാർക്കോസ് INS ചെന്നൈ യുദ്ധക്കപ്പലിൽ കേന്ദ്രീകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. അപ്പോൾ ഈ ലൈബീരിയന്റെ ലീല നോർഫോക്കിനെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാണ്? നമ്മുടെ ചെന്നൈയിലെ INS ചെന്നൈ യുദ്ധക്കപ്പലാണ് രക്ഷപ്പെടുത്തിയത്. ആ കപ്പലിലുള്ള രക്ഷാപ്രവർത്തനം ആൾക്കാര്. പിന്നെ ഈ INS ചെന്നൈ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ചെന്നൈ നഗരത്തിന് പേരിലുള്ള ഒരേ ഒരു യുദ്ധക്കപ്പലാണ്. അതും കൂടി ഒന്ന് മനസ്സിൽ ഓർമ്മിച്ചു വെക്കാം കേട്ടോ. ഈ ലൈബീരിയൻ ചരക്ക് കപ്പലിന്റെ പേരാണ് എന്താണ്? ലീല നോർഫോക്ക്. അത് ലൈബീരിയൻ അല്ലേ? ലൈബീരിയൻ ലാ ആണ് വരുന്നത്. ആ ലാ ഇവിടെ 2 ലാ ആക്കിയിട്ട് ഡബിൾ ആക്കിയിട്ട് കൊടുത്താൽ ലീല കിട്ടും. ലീല, ലൈബീരിയൻ, ലീല, ലാ. ആ രീതിയിൽ ഒന്ന് ഓർത്തെടുക്കുക. നെക്സ്റ്റ് 2024 UN റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ 6.2%. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എക്കണോമിക്സിലൊക്കെ ഇങ്ങനത്തെ ഓരോ കണക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പഠിച്ചിട്ട് മാത്രം പോവുക. 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആണ് പറയുന്നത്. 2024 UN റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 6.2%. അപ്പോ UN റിപ്പോർട്ട് പ്രകാരമാണ് പറയുന്നത്. UN 2 അക്ഷരമാണല്ലോ ഉള്ളത്. അപ്പൊ ആ രണ്ടുമായിട്ട് കണക്ട് ചെയ്യുക. 6.2%. ഒന്നുകൂടി വായിക്കാം. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ സുമന്തരിയാണ്. ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രനാണ്. ആരുടെ മീരാബായി 525 രൂപ ഇറക്കിയത് മീരാബായിയുടെ ജന്മദിനത്തിലാണ്. പിന്നെ എന്താണ് പറയുന്നത്? കടൽ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ലൈബീരിയൻ ചരക്ക് കപ്പൽ, ആ കപ്പലിന്റെ പേരാണ് ലീല. അപ്പൊ ആരാണ് രക്ഷിച്ചത്? INS ചെന്നൈ. നെക്സ്റ്റ് നമ്മ ഒരു പോയിന്റ് കൂടി വിട്ടല്ലേ. 2024 UN റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 6.2%. നെക്സ്റ്റ് ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ഇസ്രോ എന്ന് പറഞ്ഞാൽ ISRO ഒന്ന് കൂട്ടി വായിച്ച ഇസ്രോ എന്നുള്ള രീതിയിൽ കിട്ടും. അതുകൊണ്ട് ഇസ്രോ പല രീതിയിലും കാണുന്നു കേട്ടോ. ഇസ്രോ, ISRO. ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ആരാണ്? ISRO ആണ്. പക്ഷെ ആദ്യത്തെ അല്ല, രണ്ടാമത്തെയാണ് ISRO. ആദ്യം ഈ നേട്ടം കൈവരിച്ചത് ആരാണ്? നാസയാണ്. അമേരിക്കയുടെ നാസയാണ്. ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ആദ്യം നാസയും രണ്ടാമത്തത് ഇസ്രോ അല്ലെങ്കിൽ ISRO. പോളിമർ ഇലക്ട്രോണിക് ഫ്യൂവൽ സെൽ അടിസ്ഥാനമാക്കിയാണ് വൈദ്യുതി ഉൽപാദനം. 2024 ജനുവരി 1 ഫസ്റ്റ് അല്ലേ, ജനുവരി 1 വിക്ഷേപിച്ച PSLV C-58ന്റെ ഭാഗമായി 180 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാണ് ISROയുടെ നേട്ടം. ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹൈഡ്രജനും ഓക്സിജനും ഫ്യൂവൽ സെൽ സംവിധാനത്തിലൂടെ കടത്തിവിട്ടു. ഈ രാസപ്രക്രിയയിലൂടെ വൈദ്യുതി ഉൽപാദനം ജലം മാത്രമാണ് ഉൽപ്പന്നം. ഈ സാങ്കേതിക വിദ്യയിലൂടെ അവർ ഉൽപ്പാദിപ്പിച്ചത് വൈദ്യുതിയാണ്. അതിന്റെ ഉപോൽപ്പന്നം എന്ന് പറയുന്നത് ജലവുമാണെന്ന് പറയുന്നത്. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. മെയിനായിട്ട് ഇത് നോക്കുക. ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് ഇസ്രോ ആണ്. എന്നാൽ ആദ്യത്തേത് ആരാണ്? നാസയാണ്. രണ്ടാമത്തത് ഇസ്രോ, ISRO. നെക്സ്റ്റ് ഇന്ത്യയിലെ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള പദ്ധതി 2021-26 കാലയളവിൽ നടപ്പാക്കും. അത് ജസ്റ്റ് വായിച്ചു വിടുക. പദ്ധതികളാണ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. അന്തരീക്ഷം, സമുദ്രം, ജിയോസ്ഫിയർ, ക്രയോസ്ഫിയർ, സോളിഡ് എർത്ത് എന്നിവയിൽ ഊന്നിയതാണ് അവരുടെ കാര്യങ്ങൾ അല്ലെ, പദ്ധതികൾ, ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഭാഗം നെക്സ്റ്റ് 2024 2020 പുരുഷ ലോകകപ്പ് വേദി എവിടെയായിരുന്നു? USA, വെസ്റ്റ് ഇൻഡീസ്. USA-ലും വെസ്റ്റ് ഇൻഡീസിലും. ഓൾറെഡി അറിയുന്നവരായിരിക്കും. പുരുഷ ലോകകപ്പാണെന്ന് ആലോചിക്കുക. അറിയാത്തവര് പുരുഷ ലോകകപ്പാണ് USA-ലും വെസ്റ്റ് ഇൻഡീസിലുമാണ്. 2024 കാര്യമാണ് പറയുന്നത്. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി USA, വെസ്റ്റ് ഇൻഡീസ്. അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്കിളിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യൻ താരമാണ് M. സായിദീപ്. ഇന്ത്യൻ താരമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത്. ഞാൻ കൊടുത്തത് അതുകൊണ്ടാണ്. അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്കിളിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യൻ താരമാരാണ്?
എം സായിദീപ് ആണ്. എം സായിദീപ് ഇന്ത്യൻ താരം. അപ്പൊ അത് എങ്ങനെ ആലോചിക്കാം? ഇന്ത്യൻ താരമാണ് പറയുന്നത് അല്ലെ, ഇന്ത്യൻ താരം. അപ്പോൾ എം സായിദീപ് നമ്മൾ മോട്ടോർ സൈക്കിളിസ്റ്റ് എന്നാണല്ലോ പറയുന്നത്. ഈ മോട്ടോർ സൈക്കിളൊക്കെ എടുത്തിട്ട് ഒരു ദ്വീപിലേക്കാണ് പോകുന്നത് എന്ന് ആലോചിക്കുക. ഈ മോട്ടോർ സൈക്കിളൊക്കെ എടുത്തിട്ട് ദ്വീപിലേക്കാണ് പോകുന്നത്. അപ്പൊ ദ്വീപ് സായിദീപ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്കിളിസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാവായ ഇന്ത്യൻ താരമാണ് എം സായിദീപ്. എം സായിദീപ്. ഓക്കെ, നമ്മൾ ഈ ഭാഗത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? മെയിനായിട്ട് ഈ 2 പോയിന്റ് നോക്കുക. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി USA വെസ്റ്റ് ഇൻഡീസ് ആണ്. അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്കിളിസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാവായതാരാണ്? ഇന്ത്യൻ താരമായിട്ടുള്ള എം സായിദീപ്. മോട്ടോർ സൈക്കിളും കൊണ്ടൊക്കെ ദ്വീപിലേക്കൊക്കെ പോകണമെന്ന് ആലോചിക്കുകയാണ്. സായിദീപുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് രഘുറാം അയ്യർ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് രഘുറാം അയ്യർ. അപ്പൊ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇടക്കിടക്ക് ഒളിക്കുന്ന എന്നുള്ള രീതിയിലാണ് എടുത്തത്. ഇടക്കിടക്ക് ഒളിക്കുന്ന ഒരു വ്യക്തിയാണ് രഘുറാം. അത് ഞാൻ അപരിചിതനോ ഇതൊരു സിനിമയില്ലേ, മമ്മൂട്ടി പ്രേതായിട്ട് വരുന്ന ഒരു സിനിമയില്ലേ, അതില് കാവ്യമാധവനും ഒരു 3 നടിയും പിന്നെ മമ്മൂട്ടി രാത്രിക്ക് അവരുടെ കൂടെയൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നൊക്കെ ഒരു രംഗമുണ്ട്. അപ്പൊ ആ രംഗമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ രഘുറാം എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ആയിട്ടായിരുന്നു മമ്മൂട്ടി ഉണ്ടായിരുന്നത്. പിന്നെ മരിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ, മിസ്സാവുന്ന ഒരു വ്യക്തിയായിരുന്നു അതിലെ രഘുറാം എന്ന് പറയുന്ന മമ്മൂട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിതനായത് ഇടയ്ക്കിടയ്ക്ക് ഒളിച്ചു നിൽക്കുന്ന അല്ലെ രഘുറാം അയ്യർ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് ആലോചിക്കുക. നെക്സ്റ്റ്, ലോക വ്യാപാര സംഘടനയുടെ WTO വ്യാപാര സംഘടന, ട്രേഡ് ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത് ആരാണ്? സെന്തിൽ പാണ്ഡ്യൻ. ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത് സെന്തിൽ പാണ്ഡ്യൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഈ ലോക വ്യാപാരം എന്ന് പറയുമ്പോൾ ലോകം മൊത്തം വ്യാപാരം ചെയ്യുന്നത് സന്തൂർ സോപ്പ് ആണെന്ന് അറിയിക്കുക. സന്തൂർ, സെന്തിൽ പാണ്ഡ്യൻ. ഓക്കെ, നെക്സ്റ്റ്, മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയാണ് 4 Stars of Destiny. അപ്പൊ സ്റ്റാർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ പേര് ഓർമ്മ വരും അല്ലെ, ഒന്നെങ്കിലും ഒരു സ്റ്റാർ ഒക്കെ ഇല്ലേ. അപ്പൊ മനോജ് മുകുന്ദ് നരവനെയാണെന്ന് ഓർമ്മിക്കുക. പിന്നെ ഇതും കൂടി ഓർമ്മിക്കുക, നരവന എന്ന് പറയുമ്പോൾ നരച്ച സ്റ്റാർ ആണെന്നും കൂടി ആലോചിക്കുക. നരച്ച സ്റ്റാർ ആണെന്നും കൂടി ആലോചിച്ച് കഴിഞ്ഞാല് നമുക്ക് കൃത്യമായിട്ട് സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്നുള്ള ഭാഗം കിട്ടും. മനോജ് മുകുന്ദ് നരവനെ. ഓക്കെ, നെക്സ്റ്റ്, തകഴിയുടെ ചെമ്മീൻ ജപ്പാനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് തക്കാക്കോ ആണ്. അദ്ദേഹത്തിന്റെ തൂലികാ നാമം എന്ന് പറയുന്നത് 1976 AB എന്ന പേരാണ് അദ്ദേഹത്തിന്റെ തൂലികാ നാമം. 1976 AB. ചെമ്മീനിന്റെ പരിഭാഷ പൂർത്തിയാക്കിയത് ഇദ്ദേഹമാണ് ജപ്പാനീസ് ഭാഷയിൽ. അപ്പോൾ ചെമ്മീൻ എന്ന് പറയുമ്പോൾ അല്ലെ, തകഴി ഒക്കെ മലയാളത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കഥാകൃത്താണ്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തകഴിയുടെ ചെമ്മീൻ ജപ്പാനീസ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? തക്കാക്കോ. ഈ ചെമ്മീൻ കറിയൊക്കെ തക്കാളിയൊക്കെ ഇട്ടാണ് വെക്കുന്നത് എന്ന് ആലോചിക്കുക കേട്ടോ. ചെമ്മീൻ കറി വെക്കുന്നത് തക്കാളിയൊക്കെ ഇട്ടാണെന്ന് ആലോചിക്കുക. അപ്പൊ തക്കാക്കോ ആയിട്ട് കണക്ട് ചെയ്യാം. നെക്സ്റ്റ്, മുഖ്യമന്ത്രിയുടെ ശുപാർശയില്ലാതെ ഇന്ത്യയെ പുറത്താക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് വിധി പ്രസ്താവിച്ചത് സുപ്രീം കോടതി. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ PSC ചോദിക്കുന്നത് ഈ പ്രസ്താവനകളൊക്കെ എടുത്തിട്ട്, സുപ്രീം കോടതിയുടെ മെയിൻ ആയിട്ടുള്ള പ്രസ്താവനകളൊക്കെ എടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. മുഖ്യമന്ത്രിയുടെ ശുപാർശയില്ലാതെ മന്ത്രിയെ പുറത്താക്കാൻ ആർക്ക് അധികാരമില്ല? ഗവർണർക്ക് അധികാരമില്ല എന്നാണ് സുപ്രീം കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഈ ഭാഗം എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ആരാണ് നിയമിതനായത്? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന രഘുറാം അയ്യർ. ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത് സെന്തിലാണ്. സന്തൂർ സോപ്പിന്റെ വ്യാപാരം എന്നൊക്കെ പറഞ്ഞു, സെന്തിൽ പാണ്ഡ്യൻ. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ. നരച്ച ഒരു സ്റ്റാർ ഇട്ടിട്ടാണ് പോകുന്നതൊക്കെ ഒന്ന് ചുമ്മാ അറിയില്ല കേട്ടോ. നരവന, 4 Stars of Destiny. തകഴിയുടെ ചെമ്മീൻ ജപ്പാനീസ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് തക്കാക്കോ. ചെമ്മീനൊക്കെ തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് വെക്കാന്ന് അറിയിക്കുക. മുഖ്യമന്ത്രിയുടെ ശുപാർശയില്ലാതെ മന്ത്രിയെ പുറത്താക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് വിധി പ്രസ്താവിച്ചത് സുപ്രീം കോടതിയാണ്. നെക്സ്റ്റ്, വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് ആരാണ്? ശശി തരൂരിന്റെ പുസ്തകമാണ് വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ്.
വേഴ്സ് ശശി തരൂർ. നെക്സ്റ്റ് പുലരി വിരിയും മുമ്പേ ആരുടെയാണ്? KP ജയാനന്ദൻ. പുലരി വിരിയും മുമ്പേ ആരുടെ പുസ്തകമാണ്? KP ജയാനന്ദൻ അല്ലെ. ഈ പുലരി വിരിയും മുമ്പേ എണീച്ച് പഠിച്ചവരൊക്കെ ജയിച്ചിട്ടുണ്ടെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. പുലരി അല്ലെ, പുലർച്ചക്കൊക്കെ എണീച്ച് പഠിച്ചവരൊക്കെ ജയിച്ചവരാണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. ജയം കണ്ടവരാണെന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുക. പുലരി വിരിയും മുമ്പേ എണീച്ച് പഠിച്ചവര് ഭയങ്കര ജയം കണ്ടവരാണ് ജയാനന്ദൻ, KP ജയാനന്ദൻ. നെക്സ്റ്റ് ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ. ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആണ് ആരാണ്? റെനിൽ വിക്രമസിംഗെ. ഈ ലങ്കയിലെ സ്ത്രീകളൊക്കെ ഭയങ്കര സിംഗം പോലെയാണ്, സിംഗം പെണ്ണ എന്നൊക്കെ പാട്ട് കേട്ടിട്ടില്ലേ? അപ്പൊ സിംഗാണ്, സിംഗം സ്ത്രീ സിംഗമാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. പ്രസിഡന്റ് ആണ് ചോദിക്കുന്നത്. അപ്പോ പ്രധാനമന്ത്രി പ്രസിഡന്റ് മാറിപ്പോകരുത്, പ്രസിഡന്റ് ആണ് ചോദിക്കുന്നത്. ശ്രീലങ്കൻ പ്രസിഡന്റ് ആരാണ്? റെനിൽ വിക്രമസിംഗെ. ഓക്കെ, ഇങ്ങനെ ആലോചിക്കാം. ഈ പ്രസിഡന്റ് എന്നുള്ളത് ആലോചിക്കാം. പ്രസിഡന്റ് ആണല്ലോ, പ്രസവിക്കുന്ന സ്ത്രീകളൊക്കെ ഭയങ്കര സിംഗാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. പ്രസവിക്കുന്ന സ്ത്രീകളൊക്കെ ഭയങ്കര സിംഗപ്പെണ്ണാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. നെക്സ്റ്റ് UAEയുടെ യുവജനകാര്യമന്ത്രി അതാണ് സുൽത്താൻ അൽ നയാദി. UAEയുടെ യുവജനകാര്യമന്ത്രി അല്ലെ, യുവജനകാര്യമന്ത്രി സുൽത്താൻ അൽ നയാദി. ഈ യുവജനകാര്യം എന്ന് പറയുമ്പോൾ യുവാക്കളൊക്കെ നദിയൊക്കെ നീന്തിക്കടക്കുന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. യുവാക്കളൊക്കെ നയാദി നദിയൊക്കെ നീന്തിക്കടക്കുന്ന യുവാക്കളാണെന്നുള്ള രീതിയിലൊന്ന് ആലോചിക്കുക. കാരണം ഇയാൾ എന്താണ് നമ്മൾ പഠിക്കുന്നത് ചോദിച്ചാൽ ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ അറബ് സഞ്ചാരി. ഇദ്ദേഹം ബഹിരാകാശത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഇദ്ദേഹത്തെ നമ്മൾ എടുത്ത് പഠിക്കുന്നത്. ഓക്കെ, ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയാണ് അത് നമ്മളുടെ സുൽത്താൻ അൽ നയാദി. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? UAEയുടെ യുവജനകാര്യ മന്ത്രിയാണ് അദ്ദേഹം. ഇപ്പോ യുവാക്കളൊക്കെ നദിയൊക്കെ നീന്തി കിടക്കുന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. MK സാനു മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായരാണ്. MK സാനു മാസ്റ്റർ, MT വാസുദേവൻ നായരാണ്. ഓക്കെ, മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് MK സാനു ആണ്. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചതാണ് MK സാനു ആണ്. ഒന്നുകൂടി വായിക്കാം. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് ആരാണ്? ശശി തരൂരിന്റെ പുസ്തകമാണ്. പുലരി വിരിയും മുമ്പേ എണീച്ചു പഠിച്ചവരൊക്കെ ജയിക്കും, ജയാനന്ദൻ, KP ജയാനന്ദൻ. ശ്രീലങ്കൻ പ്രസിഡന്റ് അല്ലെ, പ്രസവിക്കുന്ന സ്ത്രീകളൊക്കെ സിംഗാണെന്ന് അറിയിക്കുക, റെനിൽ വിക്രമസിംഗെ. UAEയുടെ യുവജനകാര്യമന്ത്രി ആരാണ്? യുവാക്കന്മാരൊക്കെ നദിയൊക്കെ നീന്തുന്നൊക്കെ ആലോചിക്കുക, സുൽത്താൻ അൽ നയാദി. MK സാനു മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർ. മോഹൻലാൽ അഭിനയകലയിലെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് MK സാനു. നെക്സ്റ്റ്, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതികളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പദ്ധതികളാണ് DG കേരളം. ഡിജിറ്റൽ എന്നതിന്റെ ഷോർട്ട് ഫോം ഡിജി. ഓക്കെ, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത. അപ്പൊ ഡിജിയിൽ നിന്ന് ഡിജി എടുക്കാം. സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജി കേരളം. കഥാകൃത്ത് T പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി സൂക്ഷ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് നളിനകാന്തി. കഥാകൃത്ത് T പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി സൂക്ഷ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമ നളിനകാന്തി. ഓക്കെ, ഈ പത്മം എന്ന് പറഞ്ഞാൽ നമുക്ക് താമരയാണല്ലേ. പത്മം എന്ന് പറഞ്ഞാൽ താമരയാണല്ലോ. ഈ നളിനം എന്നൊക്കെ പറഞ്ഞാൽ, നളിനജം എന്നൊക്കെ പറഞ്ഞാൽ താമരയാണ്. മലയാളത്തിൽ നിങ്ങൾ പഠിക്കും നളിനജം. ഓക്കെ, അപ്പൊ നളിനം എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. T പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി സൂക്ഷ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് നളിനകാന്തി. ഇപ്പൊ നമ്മൾ ഈ എന്താ പറയാ, പത്മം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലല്ലേ ഉണ്ടാവുക. ഈ വെള്ളത്തിലൊക്കെ താമരയൊക്കെ പറിക്കാൻ നമ്മൾ ഇറങ്ങുമ്പോൾ ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടാണ് ഇറങ്ങാൻ നോക്കുന്ന രീതിയിലൊന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ T പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി ആരാണ് സിനിമ സംവിധാനം ചെയ്തത്? സൂക്ഷ്മമായിട്ട് ഇറങ്ങും അല്ലെ, സൂക്ഷ്മേഷ് ചന്ദ്രോത്ത്.
പിന്നെ അല്ലെങ്കിൽ പത്മമൊക്കെ ഉണ്ടാവുന്നത് ചന്ദ്രൻ അല്ലെ, നമ്മൾ സൂര്യനും താമരയും എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതുപോലെ സൂര്യനും താമരയും എന്ന് പറയുന്ന പോലെ താമരയും ചന്ദ്രൻ എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പൊ ചന്ദ്രൻ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, സംവിധാനം ചെയ്ത സിനിമയാണ് നളിന കാന്തി. ഭയങ്കര കാന്തിയാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. ഈ പത്മം താമരയ്ക്ക് ഭയങ്കര കാന്തിയാണ് എന്നുള്ള രീതിയിലൊന്ന് ആലോചിക്കുക. നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അമൃത്. നഗരപ്രദേശങ്ങളിൽ സംസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള അടിസ്ഥാനാണ് അല്ലെ. നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അമൃതിന്റെ ഫുൾ ഫോം ആണ് ഇത് പറയുന്നത്. അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. അമൃത് എന്താണ്? അമൃത് പറഞ്ഞാൽ എന്താണ് ചോദിക്കുക, എന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. അമൃത് നഗരപ്രദേശങ്ങളിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അമൃത് പദ്ധതി ആരംഭിച്ചത് 2015 ജൂൺ 25. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയേ ഉള്ളൂ. മാലദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയീസു. ഓക്കെ, ഈ മാലദ്വീപുകാരൊക്കെ പ്രസവിക്കുന്നത് മുയലിനെയാണെന്നൊന്ന് അറിയിക്കുക കേട്ടോ. മാലയൊക്കെ ഇട്ടിട്ട് പ്രസവിക്കുന്നത് മുയലാണെന്നുള്ള രീതിയിൽ അങ്ങനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയായിട്ട് മാറിപ്പോവും, ട്വിസ്റ്റായി പോവും. അതുകൊണ്ട് പ്രസിഡന്റ് മാറാതെ നോക്കുക കേട്ടോ. നെക്സ്റ്റ് UN COP29 വേദി അസർബൈജാൻ. ഇതൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് പോയി അതിൽ കൂടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് COP29, COP28, COP30 ഒക്കെ നമുക്ക് അതിന്റെ വേദി നമുക്ക് പഠിക്കാനുണ്ട്. ആ വേദികളിൽ നിന്നുള്ള ക്ലാസ് നിങ്ങൾ കാണാം. ഇതിലൊക്കെ കോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അസർബൈജാൻ ഓക്കെ. നെക്സ്റ്റ്, കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തുന്ന വ്യോമസേനയുടെ ആദ്യ വിമാനമാണ് C-130J സൂപ്പർ ഹെർക്കുലീസ്. ഓക്കെ, ഈ രാത്രിയൊക്കെ ലാൻഡിങ് ചെയ്യുന്നത് സൂപ്പർ ആണെന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ. രാത്രിയൊക്കെ ലാൻഡിങ് ചെയ്യുന്നല്ലേ, അപ്പം ഭയങ്കര സൂപ്പറാണ്. C-130J സൂപ്പർ ഹെർക്കുലീസ്. വ്യോമസേന മേധാവിയാരാണ്? വിവേക് റാം ചൗധരിയാണ്. വ്യോമസേന വിവേക് 2 ഓക്കെ, ചൗധരി. ഓക്കെ, നെക്സ്റ്റ്, തന്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് തന്റെ ഇടം. സ്വന്തമായിട്ടൊരു ഇടം. ഓക്കെ, തന്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് തന്റെ ഇടം. നെക്സ്റ്റ്, 17ാം ലോകസഭ ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള MP ആയിരുന്നു NK പ്രേമചന്ദ്രൻ. ഓക്കെ, എന്താണ് പറയുന്നത്? മഹാരത്ന പുരസ്കാരമാണല്ലേ. ഓക്കെ, മഹാരത്ന പുരസ്കാരമാണ്. അപ്പൊ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ ചന്ദ്രനൊക്കെ ഭയങ്കര മഹാനാണ്. എന്തെങ്കിലും ഒന്ന് ആലോചിക്കുക കേട്ടോ. മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള MP അല്ലെ. അപ്പൊ ഈ ചന്ദ്രൻ, ഇന്ദ്രൻ എന്നൊക്കെ പറയുന്നത് ഒരു മഹാന്മാരാണെന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, പ്രേമചന്ദ്രൻ കൊല്ലം, അല്ലെങ്കിൽ ഒരു മഹത്തായ കാര്യമാണ് പ്രേമം എന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, 17ാം ലോകസഭ ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള മഹാരത്ന പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള MP ഓക്കെ, മെമ്പർ ഓഫ് പാർലമെന്റ് MP ആണ് NK പ്രേമചന്ദ്രൻ. ഓക്കെ, മഹത്തായ കാര്യമാണ് പ്രേമം എന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക കേട്ടോ. നെക്സ്റ്റ്, പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാധവ് ഗാഡ്ഗിൽ. നമ്മുടെ വയനാട്ടിലെ ഇപ്പൊ ഇൻസിഡന്റ് ഒക്കെ നടന്നില്ലേ, എന്താണ് ഉരുൾപൊട്ടലൊക്കെ നടന്നില്ലേ, ഒരുപാട് പേര് മരിച്ചില്ലേ. അപ്പൊ അതിനുശേഷം മാധവ് ഗാഡ്ഗില് പശ്ചിമഘട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ഓക്കെ,
അപ്പൊ എന്തൊക്കെയാണ് ഈ ഭാഗത്ത് പറഞ്ഞത്? കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിങ് ചെയ്തതാണ് അല്ലെ. അപ്പൊ സൂപ്പർ ആണെന്ന് പറഞ്ഞു. ലെസി 130J സൂപ്പർ ഹെർക്കുലീസ്. വ്യോമസേന മേധാവി വ്യോമസേന അല്ലെ വിവേക് റാം ചൗധരി. തന്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കാവുന്ന പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് തന്റേതല്ലാത്ത കാരണത്താൽ തന്റെ ഇടം. 17ാം ലോകസഭ ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള മഹാരത്ന പുരസ്കാരം ലഭിച്ചു കേരളത്തിൽ നിന്നുള്ള MP ആരാണ്? NK പ്രേമചന്ദ്രൻ അല്ലെ. മഹത്തമായിട്ടുള്ള കാര്യമാണ്. പ്രേമം എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥ. നെക്സ്റ്റ്, USA നിന്നുള്ള സ്വകാര്യ കമ്പനി ആസ്ട്രോബോട്ടിക് ടെക്നോളജി വികസിപ്പിച്ച ലൂണാർ ലാൻഡർ ദൗത്യമാണ് പെരേഗ്രിൻ. ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി, പെരേഗ്രിൻ. നെക്സ്റ്റ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് പ്രേരണ. ഓക്കെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂള്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്ക് സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതി പ്രേരണ. അപ്പോ ചുമ്മാ ഒന്ന് ആലോചിക്കുക, ആർക്കും പോകാൻ താല്പര്യമില്ല, പക്ഷെ എല്ലാവരും പ്രേരിപ്പിച്ചു കൊണ്ടുപോയി എല്ലാം കാണിക്കുന്ന രീതിയിലൊന്ന് ആലോചിക്കുക. പ്രേരണ. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാരിന്റെ 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണിദാസൻ. ഹരിവരാസനം പുരസ്കാരം നമ്മൾ പുരസ്കാരം നേടുന്ന ഭാഗത്തിൽ ഇതിന്റെ കോഡൊക്കെ പറയുന്നുണ്ട്. 2024, 2023, 2022 മുതൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ കാണാത്തവരത് കൃത്യമായിട്ട് കാണാം. അത് 3 വരുന്ന ഒരു കോഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ക്ലാസ് കാണാട്ടോ പോയിട്ട്. അപ്പൊ നിങ്ങൾക്ക് കോഡ് മനസ്സിലാവും, നിങ്ങൾക്ക് കണക്ഷൻ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ, ഓർത്തെടുക്കാൻ പറ്റും. സംസ്ഥാന സർക്കാരിന്റെ 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണിദാസൻ. ഒരു ദാസനാണെന്ന് ആലോചിക്കട്ടോ. 24 ദാസൻ, 4 കാലിൽ നിൽക്കുന്ന ഒരു ദാസനാണ്. ഹരിവരാസനം പുരസ്കാരം. ഓക്കെ, നമ്മൾ ഹരിവരാസനം പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ പാടുന്ന സമയത്ത് നമ്മൾ മുട്ടുകുത്തി ഇരുന്നിട്ടാ പാടുക എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പൊ 4 കാലിലാണ് പാടുക. ഒരു ദാസനാണ് മുട്ടുകുത്തി ഇരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിക്കട്ടോ. 4 കാലിൽ ഒരു ദാസൻ മുട്ടുകുത്തി ഇരുന്നിട്ടാണ് ഹരിവരാസനം എന്നുള്ള പാട്ടൊക്കെ പാടുക എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. നെക്സ്റ്റ്, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് സന്തോഷ് കുമാർ. അപ്പം ബഷീറിന്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടേ അല്ലെ? ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യമാണ് പറയുന്നത്. മുഹമ്മദ് ബഷീർ അല്ലെ, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ അവാർഡ് ലഭിച്ച ആർക്കാണ്? സന്തോഷ് കുമാർ. അപ്പൊ ഞാൻ ഇതെടുത്തത് ബഷീർ എന്നത് ബെഡ്ഷീറ്റ് എന്നാണ് എടുത്തത് കേട്ടോ. ബഷീർ ബെഡ്ഷീറ്റ്. അപ്പൊ ഈ ബെഡ്ഷീറ്റ് ഒക്കെ, പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ വാങ്ങി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാവുന്ന ഒന്ന് ആലോചിക്കുക. സന്തോഷ് കുമാർ. നെക്സ്റ്റ്, പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശന ഭാഗമായി ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ. ഓക്കെ, അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം. USA നിന്നുള്ള സ്വകാര്യ കമ്പനി ആസ്ട്രോബോട്ടിക് ടെക്നോളജി വികസിപ്പിച്ച ലൂണാർ ലാൻഡർ ദൗത്യമാണ് പെരേഗ്രിൻ. എന്താണ്? ലൂണാർ ദൗത്യമാണ്. ലൂണാർ ചന്ദ്രന്റെ ദൗത്യമാണ്. US ആണ് പെരേഗ്രിൻ US. നെക്സ്റ്റ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച സ്കൂൾ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നിവ വിദ്യാർത്ഥികൾക്കായി സന്ദർശിക്കാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് പ്രേരണ. എല്ലാവരും പ്രേരിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കുന്ന രീതിയിൽ ആലോചിക്കുക. സംസ്ഥാന സർക്കാരിന്റെ 2024 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസൻ. ഓക്കെ, വീരമണിദാസൻ നമ്മൾ പറഞ്ഞു. ദാസൻ 4 കാലിലായിരിക്കുന്നത് ഹരിവരാസനം ചൊല്ലാൻ വേണ്ടിയിട്ട് ഒന്നൊക്കെ ആലോചിക്കുക. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കാര്യം പറഞ്ഞു. ബെഡ്ഷീറ്റ്, പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷം വരുന്ന ആലോചിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഉദ്ഘാടനം ചെയ്ത കുറച്ച് പദ്ധതികൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ. ഓക്കെ, ഈ പദ്ധതി അദ്ദേഹം ആ സമയത്താണ്, ശ്രീലങ്കയിൽ പോയ സമയത്തായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ സബ്മറൈൻ ലക്ഷദ്വീപിലാണ് കേട്ടോ പോയത്. ലക്ഷദ്വീപിൽ പോയവരും ഉദ്ഘാടനം ചെയ്ത കാര്യമാണ് കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ദ്വീപ് നിവാസികൾക്ക്, ഓക്കെ, ലക്ഷദ്വീപിൽ പോയ സമയത്ത് അവിടുത്തെ ലക്ഷദ്വീപിലെ നിവാസികൾക്ക് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ലക്ഷദ്വീപിലെ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു പ്രഫുൽ പട്ടേൽ. ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ഇപ്പോഴത്തെ പ്രഫുൽ പട്ടേൽ.
നെക്സ്റ്റ്, വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കോട്ടയത്താണ്. റോബോട്ടിന്റെ പേരാണ് എലീന. അപ്പൊ നമുക്ക് ആ പേരും എലിക്കുളമായിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെ. എലീന എലിക്കുളത്താണ്. എലീന എലിക്കുളത്താണ്. എന്താണ് അവരുടെ ആവശ്യം? വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് റോബോട്ടിനെ നിയമിച്ചത്. അങ്ങനെ റോബോട്ടിനെ നിയമിച്ച പഞ്ചായത്തിൽ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം. റോബോട്ടിന്റെ പേരും ആ എലിക്കുളമായിട്ട് ബന്ധപ്പെട്ടതാണ്. എലീന, എലിക്കുളം, എലീന. നെക്സ്റ്റ്, ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒന്നാമത്തത് അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള ഒന്നാമത്തെ രാജ്യം അമേരിക്കയും രണ്ടാമത്തത് ഇന്ത്യയുമാണ്. ഓക്കെ, അപ്പൊ ഈ ഭാഗത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശന ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്ത കുറച്ച് പദ്ധതികളാണ് പറഞ്ഞത്. കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു, കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ദ്വീപ് നിവാസികൾക്ക് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. കേരളത്തിലെ ആദ്യത്തെ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പിന്നെന്താ പറയുക? ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ, ഇപ്പോഴുള്ള അഡ്മിനിസ്ട്രേറ്റർ ആണ് പ്രഫുൽ പട്ടേൽ. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒരു പട്ടയാണെന്നുള്ള രീതിയിലൊന്ന് ആലോചിക്കുക കേട്ടോ. ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ്, വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം. എലീന എന്നാണ് റോബോട്ടിന്റെ പേര്. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ളത് ഫസ്റ്റ് അമേരിക്കയും സെക്കൻഡ് ഇന്ത്യയുമാണ്. നെക്സ്റ്റ്, 62ാമത് സ്കൂൾ കലോത്സവം കിരീടം നേടിയത് കണ്ണൂരാണ്. അപ്പൊ 62ാമതാണ് പറഞ്ഞത്. അപ്പൊ 2 എന്ന് പറയുമ്പോൾ നമ്മൾ വേദി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 അക്ഷരമുള്ള കൊല്ലം. അപ്പോൾ അതിൽ ജയിച്ചതോ കിരീടം നേടിയത് കണ്ണൂരാണ്. കണ്ണൂര്. ഓക്കെ, പിന്നെ ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അട്ടർ. അപ്പൊ ഈ ഫ്രാൻസിൽ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് അട്ടയാണെന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് പ്രസിഡന്റ് ആണോ പ്രധാനമന്ത്രിയാണോ നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ടല്ലോ, മനസ്സിലാവില്ല. അപ്പൊ ഫ്രാൻസ് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് എടുക്കാം അല്ലെ. ഈ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രധാന പരിപാടി അട്ടയെ പിടിക്കലാണെന്ന് ആലോചിക്കുക. ഫ്രണ്ട്സിന്റെ പ്രധാന പരിപാടി അട്ടയെ പിടിക്കലാണ്. ഗബ്രിയേൽ അട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. ഇനി ഷെറിൻ ടോങ്ബെ എന്ന് പറയുന്നത് ഭൂട്ടാൻ പ്രധാനമന്ത്രിയാണ് അല്ലെ. ഭൂട്ടാന്റെ പ്രധാനമന്ത്രിയാണ് ഷെറിൻ ടോങ്ബെ. ഓക്കെ, അതൊന്ന് ആലോചിച്ച് വെക്കുക. ഭൂട്ടാനാണല്ലോ ബ ആയിട്ട് ഗാ ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഭൂട്ടാൻ, ടോങ്ബെ ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ്, ട്രിപ്പ് അഡ്വൈസറിന്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിന് തുടർച്ചയായി 3ാം തവണയും ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദുബായിയാണ്. ട്രിപ്പ് അഡ്വൈസറിന്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ തുടർച്ചയായി 3ാം തവണയും ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദുബായ്. നമ്മൾ ട്രിപ്പിനൊക്കെ പോകുന്ന സമയത്ത്, ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ളവരോട് ബൈ എന്ന് പറയല്ലേ, ബൈ. ഓക്കെ, അപ്പൊ ദുബായ്. 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപകരണം വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപകരണം വിക്ഷേപിച്ചത് ചൈന. ഓക്കെ, ഇവിടെ പ്രോബ് എന്നുള്ളത് ഞാൻ ബോംബ് എന്നായിട്ടാണ് എടുത്തത് കേട്ടോ. ബോംബ് ഒരു ചേനയൊക്കെ ആയിട്ടാണ് ഞാൻ എടുത്തത്. ചൈന എന്നുള്ളത് ചേന എന്നാക്കിയിട്ട് എടുക്കാം. ഈ ചേന ഉരുണ്ട സാധനമല്ലോ, ഒരു ബോംബൊക്കെ പോലെയാണ് എന്നുള്ള രീതിയിലൊന്നും എടുക്കാം കേട്ടോ. 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപകരണം, ബോംബ് എന്നായിട്ട് എടുത്തത് എന്ന ഉപകരണം വിക്ഷേപിച്ചത് ചൈനയാണ്. ചേന, പ്രോബ്, ബോംബ്. ഓക്കെ, നെക്സ്റ്റ്, യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം 2023. ഇത് ഓരോരോ വർഷം കഴിയുന്നതോറും 2024 കഴിയുമ്പോൾ 2024 അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇപ്പൊ 2023 ഏറ്റവും ചൂടേറിയ വർഷം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന വേദി കൊല്ലത്താണ്, ജയിച്ചത് കണ്ണൂരാണ്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളത് ഗബ്രിയേൽ അട്ടറാണ് അല്ലെ. ഫ്രാൻസ് ഒക്കെ പ്രധാനമായിട്ടും അട്ടരെ പിടിക്കലാണ് പണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭൂട്ടാന്റെ പ്രധാനമന്ത്രി ടോബ്ഗെ ആണ്. ട്രിപ്പ് അഡ്വൈസറിന്റെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ തുടർച്ചയായി 3ാം തവണയും ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദുബായിയാണ്. ദുബായ് ബൈ എന്ന് പറഞ്ഞ് പോവും അല്ലെ, ടൂറിന് ട്രാവലിനൊക്കെ പോവും.
നെക്സ്റ്റ് 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപകരണം വിക്ഷേപിച്ചത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഐൻസ്റ്റീൻ പ്രോബ് എന്ന് പറയുമ്പോൾ സ്റ്റീലിന്റെ ബോംബ്, ചേന പോലെയുള്ള ബോംബ് എന്നൊക്കെ ഒന്ന് ആലോചിക്കും കേട്ടോ. യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസി റിപ്പോർട്ട് പ്രകാരം ചൂടേറിയ വർഷം 2023. നെക്സ്റ്റിലേക്ക് പോവാം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില്ല വിമാനം ദൃഷ്ടി-10. അതിൽ ആളില്ല, പക്ഷെ ദൃഷ്ടിയുണ്ട്, നമ്മുടെ കണ്ണുണ്ടെന്ന് ആലോചിക്കുക കേട്ടോ. ആളില്ല എങ്കിലും നമ്മുടെ കണ്ണെപ്പോഴും അതിലുണ്ടെന്ന് ആലോചിക്കുക. ദൃഷ്ടി-10, നമ്മുടെ 10 കണ്ണും അതിലുണ്ടെന്ന് ആലോചിക്കുക. ദൃഷ്ടി-10 സ്റ്റാർ ലൈനർ. ഓക്കെ, അദാനി ഡിഫൻസ് ഓൺ എയർ സ്പേസ് ആണ് ദൃഷ്ടി നിർമ്മിച്ചത്. നാവികസേനാ മേധാവിയാണ് ഹരികുമാർ. നാവി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ്, ഹരികുമാർ എങ്ങനെ ആലോചിക്കും? ഹരി എന്ന് പറഞ്ഞാൽ പച്ചപ്പ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് എടുത്തൂടെ? നാവികസേന, പച്ചപ്പ്, ഹരിതം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. ഹരികുമാർ. നാവിക എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് കടലാണല്ലോ തോന്നുന്നത്. കടലൊക്കെ ഒരു പച്ച കളറാണ്, പച്ച നിറമാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഹരി എന്നൊക്കെ പിന്നെ ഹരിതം ഒക്കെ പച്ചപ്പല്ലേ, അപ്പൊ ആ രീതിയിൽ പച്ചപ്പുമായിട്ട് കണക്ട് ചെയ്യുക. ഹരികുമാർ. നെക്സ്റ്റ് മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർടെമിസ്. ഓക്കെ, അത് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ പോവല്ലേ, അപ്പൊ അതിന്റെ മുന്നേ ആയിട്ട് ചെയ്യുന്നതാണ്. ചന്ദ്രയാൻ 3 അല്ല, ഇപ്പൊ മനുഷ്യര് നമ്മള് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതിനു മുന്നേ ആയിട്ടാണ് ആർടെമിസ് ഉള്ള ദൗത്യം. ഓക്കെ, മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർടെമിസ്. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി നാഷണൽ അഭ്യാസമായ മിലാൻ 24 വേദിയാണ് വിശാഖപട്ടണം. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി നാഷണൽ അഭ്യാസമായ മിലാൻ 24 വേദി എവിടെയാണ്? വിശാഖപട്ടണമാണ്. ഓക്കെ, ഞാനിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് മില എന്ന് പറയുമ്പോൾ മെലിഞ്ഞാന്ന് ആലോചിക്കുക. ഇപ്പൊ ഈ ശാഖകളൊക്കെ ഭയങ്കര മെലിഞ്ഞിട്ട് കോട് പോലെയല്ലേ? ശാഖ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പില്ലേ, മരത്തിന്റെയൊക്കെ ശാഖ, അപ്പൊ അതൊക്കെ മെലിഞ്ഞതാണെന്നുള്ള രീതിയിൽ മിലാൻ വിശാഖപട്ടണമായിട്ട് എടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം എന്ന് പറയുന്നത് മുംബൈ ട്രാൻസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം എന്ന് പറയുന്നത് മുംബൈ ട്രാൻസ് ഹാർബറിൽ നമ്മൾ ആദ്യം പഠിച്ചത് അല്ലേ. നീളമേറിയ കടൽപ്പാലം നമ്മൾ മുമ്പിലാണ് ഉണ്ടാവുക, നമ്മൾ മുമ്പിൽ നിന്നിട്ട് ആ ഫോട്ടോ എടുക്കാന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുംബൈ നവി മുംബൈ ബന്ധിപ്പിക്കുന്നു 22 കിലോമീറ്റർ. ഓക്കെ, 21.8 സംതിങ് ആണ്. അത് നമ്മൾ കറക്റ്റിയിട്ടാണ് 22 കിലോമീറ്റർ എടുക്കുന്നത് കേട്ടോ. 22 കിലോമീറ്റർ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യൻ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില്ല വിമാനമാണ്. ആളില്ലെങ്കിൽ നമ്മുടെ കണ്ണ് അതിലുണ്ട്, നമ്മുടെ 10 കണ്ണും അതിലുണ്ടെന്ന് ആലോചിക്കുക. ദൃഷ്ടി-10 സ്റ്റാർ ലൈനർ. അദാനി ഡിഫൻസ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. നാവികസേനാ മേധാവി എന്താണ്? നാവികം, ഒരു പച്ച കടൽ എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പച്ചപ്പ് ഹരിതമായിട്ട് കണക്ട് ചെയ്യാം. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യമാണ് ആർടെമിസ്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി നാഷണൽ അഭ്യാസമായ മിലാൻ 24 വേദി. മിലാൻ 24, അതായത് മിലാൻ 2024 വേദിയാണ്. എന്താ പറയുന്നത്? മിലാൻ അല്ലേ, മെലിഞ്ഞ ശാഖയാണെന്ന് ആലോചിക്കുക. മെലിഞ്ഞ ശാഖ, വിശാഖപട്ടണം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം എന്ന് പറയുന്നത് നമ്മൾ പാലത്തിന് മുമ്പ് നിന്നാണ് ഫോട്ടോ എടുക്കുക അല്ലെ. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. മുംബൈ ടു നവി മുംബൈ ആണ് ബന്ധിപ്പിക്കുന്നത്. പാലത്തിന്റെ ആകെ നീളം 22 കിലോമീറ്റർ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങിയ ആദ്യ വിദേശ സർവകലാശാലയാണ് ഡീക്കൻ യൂണിവേഴ്സിറ്റി. ഓസ്ട്രേലിയയിലാണ് അവരുടെ ആസ്ഥാനം. അപ്പൊ അവരാണ് നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗിഫ്റ്റ് സിറ്റിയിൽ ക്യാമ്പസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ക്യാമ്പസ് തുടങ്ങിയ ആദ്യ വിദേശ സർവകലാശാല ഡീക്കൻ യൂണിവേഴ്സിറ്റി ആണ്. ഓസ്ട്രേലിയ ആസ്ഥാനമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ഇവരുടെ ക്യാമ്പസ് തുടങ്ങിയിട്ടുള്ളത്, പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. രാജ്യത്തെ ആദ്യമായി ഒരു സർക്കാരിന് കീഴിൽ OTT പ്ലാറ്റ്ഫോം രൂപീകരിച്ചത് കേരള ആണ്. അതിന്റെ പേരാണ് സി സ്പേസ്. ഫുൾ ഫോം സിനിമ സ്പേസ് എന്നാണ്. സിനിമ സ്പേസ്. രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാരിന് കീഴിൽ OTT പ്ലാറ്റ്ഫോം രൂപീകരിച്ചത് കേരളമാണ്. സി സ്പേസ് എന്നാണ് അതിന്റെ പേര്, സിനിമ സ്പേസ്. ഓക്കെ, നെക്സ്റ്റ് 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് കോഡുകളൊക്കെ പറയാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആരുടെ ആത്മകഥയാണ്? ഇന്ദ്രധനുസ് നമുക്ക് അതിൽ തന്നെ ഉണ്ടല്ലേ. ഇന്ദ്രധനുസ്. ഓക്കെ, സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡീമെൻഷ്യ അല്ലെങ്കിൽ അൾഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഡീമെൻഷ്യ സൗഹൃദ കേരള പദ്ധതിയാണ് ഓർമ്മത്തോണി.
എന്താണ് പറഞ്ഞത്? സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡീമെൻഷ്യ, അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായിട്ട്, നമ്മുടെ ഓർമ്മയില്ലാത്ത അവസ്ഥയാണ് ഈ അൽഷിമേഴ്സ് എന്നൊക്കെ പറഞ്ഞാട്ടോ. അപ്പൊ അങ്ങനെ സംഭവിച്ച വയസ്സായിക്കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ലാണ്ടാവൂലേ. അപ്പൊ ആ വയോജനങ്ങൾക്കായിട്ട് രൂപീകരിച്ച ഡീമെൻഷ്യ സമിതി കേരളം പദ്ധതിയാണ് ഓർമ്മത്തോണി. അൽഷിമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പം ഓർമ്മത്തോണി എന്ന് അറിയിക്കും. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ അടുത്തന്നെ വരുന്നതായിരിക്കും. കോഡഡ് ഉപയോഗിച്ചുള്ള ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.